നമ്മൾ നമ്മുടെ 20 വീക്സ് വിത്ത് അലുമിന എന്ന പ്രോഗ്രാമിന്റെ 9ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ആഴ്ച നമ്മോട് കൂടെ ഉള്ളത് ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ ഇവിടെ തന്നെ MSc പഠിച്ചിരുന്ന അർജുനാണ്. അപ്പോ അർജുനെ നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്തുന്നതിനും നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നതിനും വേണ്ടി ഹരികൃഷ്ണൻ സാറെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ അർജുൻ ഉണ്ണികൃഷ്ണൻ, അതേപോലെ മുൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സുരേഷ് സാർ ഉൾപ്പെടെ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സണായ അർജുൻ ഉണ്ണികൃഷ്ണൻ 2011 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് MSc പാസ്സായ ആളാണ്. അർജുൻ BSc പഠിച്ചത് കോഴിക്കോടാണ് വീട്. അർജുൻ BSc പഠിച്ചത് കോഴിക്കോട് ദേവഗിരി കോളേജിലായിരുന്നു. തുടർന്ന് MSc 2 വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പഠിച്ചത്. 2011 പാസ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് അർജുൻ B.Ed എടുക്കുകയുണ്ടായി. അതിനുശേഷം തിരുവനന്തപുരം ഐസറിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് മാഗ്നറ്റിക്സിൽ ആയിരുന്നു അർജുന്റെ PhD. 2019 PhD കംപ്ലീറ്റ് ചെയ്തത്. തുടർന്ന് ഒരു വർഷം 2019 തന്നെ അർജുന് DSTയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോഷിപ്പ് കിട്ടുകയുണ്ടായി. ഒരു വർഷത്തോളം 2019 മുതൽ ഈ വർഷം വരെ ഒരു വർഷം ബോംബെ IIT പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിരുന്നു. ഇപ്പോൾ അർജുൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് ജോയിൻ ചെയ്തു. അർജുൻ ഈ റിസർച്ച് കാലയളവിലായിട്ട് ഏതാണ്ട് 9 പബ്ലിക്കേഷൻസ് ഇന്റർനാഷണൽ ജേർണലുകളായിട്ട് അർജുൻ്റെതുണ്ട്. ഇപ്പോഴും ആക്റ്റീവായിട്ട് അതേ ഏരിയയിൽ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് അർജുന്റെ ഏരിയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അർജുന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു റിസർച്ച് ഏരിയ ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. ലോ ഡയമെൻഷണൽ ലോസ് ഇൻ സിസ്റ്റംസ് വിത്ത് നോവൽ മാഗ്നറ്റിക് ഗ്രൗണ്ട് സ്റ്റേറ്റ്സ്. ഇതാണ് ടോപ്പിക്. ഇതിനെക്കുറിച്ചൊരു ഓവറോൾ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ട് വളരെ ബേസിക് ആയിട്ട് ഡിഗ്രി PG സ്റ്റുഡൻസിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അർജുൻ നൽകുക. അർജുന്റെ തുടക്കത്തിൽ ഞാൻ അർജുനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ അർജുന്റെ ഒരു അക്കാഡമിക് എക്സ്പീരിയൻസ് MScക്ക് ശേഷമുള്ള റിസർച്ചിന്റെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ആദ്യം ഒന്ന് ഷെയർ ചെയ്യുക. അതിനുശേഷം ഈ വിഷയത്തിലേക്ക് കടക്കുക. അപ്പൊ ഈ ഒരു റിക്വസ്റ്റോട് കൂടി എല്ലാവർക്കും വേണ്ടി ഈ പ്രോഗ്രാമിലെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അർജുൻ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹരീഷ് മാഷ് വിശദമായി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 2011 മടപ്പള്ളി കോളേജിൽ MScക്ക് ജോയിൻ ചെയ്യുന്നത്. അത് ടു ബി ഫ്രാങ്ക് ഞാൻ സുരേഷ് മാഷെ കണ്ടിട്ടാണ് മടപ്പള്ളി കോളേജിൽ എത്തുന്നത് തന്നെ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ദേവഗിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു IIT ജാം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തില് ഇവര് സുരേഷ് മാഷും കുറച്ച് പേരും കുറച്ച് ടീച്ചേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ആർട്സ് കോളേജിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ സുരേഷ് മാഷിന്റെ ക്ലാസ് കാണുകയും സുരേഷ് മാഷിന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ മടപ്പള്ളി കോളേജിൽ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും മടപ്പള്ളി കോളേജിൽ BSc MSc പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. നല്ല രീതിയിലുള്ള ട്രെയിനിങ് തന്നെയാണ്, സബ്ജക്റ്റിന് നല്ല രീതിയിൽ ഒരു ഡെപ്ത് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. മറ്റു പല കോളേജിലും മാർക്ക് കൂടുതൽ കിട്ടുമെങ്കിലും ഡിഗ്രിക്കോ PGക്കോ മാർക്ക് കൂടുതൽ കിട്ടുന്നത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫറൂഖ് കോളേജിലോ ദേവഗിരി കോളേജിലോ ഒക്കെ ആണെങ്കിൽ പോലും സബ്ജക്റ്റിൽ കൂടുതൽ കണ്ടന്റ് ഉള്ളത് മടപ്പള്ളി കോളേജിലെ കുട്ടികളാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മടപ്പള്ളി കോളേജിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ മറ്റു പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് IIT IISc അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ കൂടുതലും മടപ്പള്ളി കോളേജിൽ കുട്ടികൾ എത്തിപ്പെടാൻ കാരണം. മടപ്പള്ളി കോളേജിൽ ഞാൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ PhD കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് എനിക്ക് B.Edന് ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ആ സമയത്ത് 10 മാസങ്ങളായിരുന്നു B.Ed. അപ്പം എന്തായാലും ജോയിൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ പോയി B.Edന് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ വീണ്ടും CSIR-നും ഗേറ്റിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് ഗേറ്റ് റാങ്ക് വെച്ചിട്ടാണ് എനിക്ക് ചെന്നൈ IITയും പിന്നെ ട്രിവാൻഡ്രം ഐസറും അഡ്മിഷൻ കിട്ടി. ഒരേ ദിവസമാണ് 2 ഓഫറും വരുന്നത്. അപ്പൊ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു എവിടെ ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ ഹരീഷ് മാഷോടൊക്കെ അഭിപ്രായം ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹരീഷ് മാഷോടും സുരേഷ് മാഷോടും ഒക്കെ. അങ്ങനെ അവസാനം ഞാൻ
ഐസർ തിരുവനന്തപുരം, കാരണം സയൻസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കിട്ടുക അല്ലെങ്കിൽ പ്രയോറിറ്റി കിട്ടുക ഐസർ ട്രിവാൻഡ്രത്തിലാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഐസർ ട്രിവാൻഡ്രത്തിൽ ജോയിൻ ചെയ്യുന്നു PhDക്ക്. അവിടെ ഒരു വർഷം കോഴ്സ് വർക്ക്, അത് കഴിഞ്ഞ് റിസർച്ചിലേക്ക്. അത് ശരിക്കും ഞാനും ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് മടപ്പള്ളി കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് റിസർച്ച് മേഖലയുമായിട്ട് നമുക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ അക്കാദമിക്കലി കുറച്ച് MSc-ക്കും BSc-ക്കും ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ് എന്നിങ്ങനെ പേപ്പറുകൾ പഠിക്കുന്നതല്ലാതെ ഒരു റിസർച്ച് പേപ്പർ വായിച്ചതോ അല്ലെങ്കിൽ ഒരു റിസർച്ച് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ഒരു റിസർച്ച് പേപ്പർ വായിക്കുക, ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമില്ല എന്നുള്ളത് അവിടെ എത്തിയതിനു ശേഷം മനസ്സിലായി. പിന്നെ മെല്ലെ മെല്ലെ പേപ്പറുകൾ വായിച്ച് പിയർ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് മറ്റ് PhD സ്റ്റുഡൻസ് ആ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് 5 വർഷം അവിടെ PhD ഉണ്ടായിരുന്നു. 2014 ജനുവരിയിൽ ജോയിൻ ചെയ്തു. 2019 ഫെബ്രുവരിയിലാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഫെബ്രുവരിയില മാർച്ചിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ മാസം തന്നെ എനിക്ക് IIT ബോംബെയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് അഡ്മിഷൻ കിട്ടി. അപ്പം IIT ബോംബെയിലേക്ക് പോകുന്നു. അവിടെ ഒരു വർഷവും 4 മാസം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണ് എനിക്ക് ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോ ഓഫർ കിട്ടുന്നത്. അപ്പം ഇപ്പം IISc ബാംഗ്ലൂരിൽ ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രൊഫസർ DD ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഇൻഡിപെൻഡന്റ് ഫെലോ ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. റിസർച്ച് മേഖലയിലേക്ക് കടക്കണം എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ MSc-ക്ക് ഇപ്പൊ ഇത് BSc സ്റ്റുഡൻസ് ആണോ MSc സ്റ്റുഡൻസ് രണ്ടുപേരും ഉണ്ടോ? രണ്ടുപേരും ഉണ്ട്. MSc സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെന്തായാലും ഒരു പ്രൊജക്ട് MSc-യിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് നിങ്ങൾക്ക് എന്തായാലും ഒരു റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. BSc സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പം സിലബസിൽ പ്രൊജക്ട് ഉണ്ട് എന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രൊജക്ട് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ആ പ്രൊജക്ട് ഇല്ലാത്തതിന്റെ ഒരു ഡിഫിക്കൽട്ടി ശരിക്കും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര ബാഡ് മാർക്കായിരുന്നു. അപ്പൊ അത് വല്ലാതെ എന്റെ ബാച്ചിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് ശരിക്കും അത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസർച്ചിനെ പറ്റി നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല. നമ്മള് ഇങ്ങനത്തെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ആകെ മൊത്തം ഒരു ഞെട്ടലുണ്ടാവുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, അതൊക്കെ പെട്ടെന്ന് മാറുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ റിസർച്ച് മേഖലയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നത് അവര് ടോക്ക് കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു കാണുമായിരിക്കും. സാധാരണ ലാസ്റ്റേക്ക് വെക്കാണ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ നല്ല സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. ഓക്കെ. ശരി.
കാണാമോ? ഹലോ കാണാം അർജുൻ, കാണാം. ഹലോ അർജുൻ സ്റ്റാർട്ട് ചെയ്തോളൂ. കാണാം കാണാമോ അല്ലേ? ഓക്കെ. കാണാം. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഡയമെൻഷണൽ ലോ സ്പിൻ സിസ്റ്റം, അങ്ങനത്തെ സിസ്റ്റംസ് കാണിക്കാൻ പോകുന്ന നോവൽ മാഗ്നറ്റിക് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ലോ ഡയമെൻഷണൽ ലോ സ്പിൻ സിസ്റ്റംസ് വിത്ത് നോവൽ മാഗ്നറ്റിക് ഗ്രൗണ്ട് സ്റ്റേറ്റ്സ്. സോ ദ ഔട്ട്ലൈൻ ഓഫ് ദ ടോക്ക് വിൽ ബി, ആദ്യം ഞാൻ മാഗ്നറ്റിസത്തിന്റെ ബേസിക്സ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് മാഗ്നറ്റിസം നിങ്ങളൊക്കെ ഫെമിലിയർ ആയിരിക്കും. ഈ ഡയമagnetism, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ പിന്നെ ലോ ഡയമെൻഷണൽ ലോ സ്പിൻ സിസ്റ്റംസ് എന്താണെന്ന് പറയും. അതിനുശേഷം മാഗ്നറ്റിക് ഫ്രസ്ട്രേഷൻ എന്താണെന്ന് പറയും. മാഗ്നറ്റിക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഫീച്ചർ കാരണം ഉണ്ടാവാവുന്ന പുതിയ പുതിയ ക്വാണ്ടം ഫിനോമിനകൾ അല്ലെങ്കിൽ ക്വാണ്ടം ഗ്രൗണ്ട് സ്റ്റേറ്റുകളെ പറ്റി പറയും. ലൈക്ക് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, ക്വാണ്ടം സ്പിൻ ഐസ്, സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നിങ്ങനെ സിസ്റ്റംസിനെ പറ്റി പറയും. അതിനുശേഷം ഇങ്ങനത്തെ സിസ്റ്റംസ് പഠിക്കാനുള്ള മോട്ടിവേഷൻ എന്താണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യും. അതിനുശേഷം എന്റെ കുറച്ച് റിസർച്ച് വർക്കുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയമagnetic മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഡയമagnetic മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമagnetism എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. അത് ഒറിജിൻ ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ മോഷൻ കാരണമാണ്. അങ്ങനെയുള്ള ഇലക്ട്രോണിന്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന ഡയമagnetism, it will be repelled by magnetic field, and ഈ ഡയമagnetic മെറ്റീരിയൽസിന്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. കാരണം എന്താ? സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് M/H ആണ്. മാഗ്നറ്റൈസേഷൻ ഇൻ ഡയമagnetic മെറ്റീരിയൽസ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ്. Now coming to paramagnetic material, paramagnetism എന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കാരണമാണ് പാരാമാഗ്നറ്റിസം ഒറിജിൻ ചെയ്യുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിനും ഒരു സ്പിൻ മൊമെന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഹലോ, കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഈ രീതിയിൽ പറഞ്ഞാൽ മതിയോ അതോ ഇങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഹലോ, ഓക്കെ. സോ ഇനി പാരാമാഗ്നറ്റിസത്തിലേക്ക് വരുവാണെങ്കിൽ, പാരാമാഗ്നറ്റിസം ഒറിജിൻ ചെയ്യുന്നത് പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കാരണമാണ്. ഒരു ഇലക്ട്രോണിന് ഒരു സ്പിൻ ഉണ്ടാവും, ആ സ്പിന്ന് കാരണം ഒരു മൊമെന്റ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ സ്പിന്നിനെ നമ്മളൊരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഈ സ്പിന്നുകൾ മെല്ലെ മെല്ലെ ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വളരെ വീക്കായിട്ടാണ് ഈ സ്പിന്നിന്റെ ഫ്ലിപ്പിംഗ് നടക്കുന്നതെങ്കിൽ അത്തരം മെറ്റീരിയൽ ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് മാഗ്നറ്റൈസേഷൻ വിൽ ബി വെരി സ്മോൾ when you apply a applied magnetic field. Paramagnetic materials obeys a temperature dependence എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് C/T ലോ പ്രകാരമായിരിക്കും അതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഈ C/T ലോ ആണ് ക്യൂരീസ് ലോ എന്നറിയപ്പെടുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ ചിത്രത്തില് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് വിത്തൗട്ട് ഫീൽഡ് ആൻഡ് വിത്ത് ഫീൽഡ്. വിത്ത് ഫീൽഡ് ആകുന്ന സമയത്ത് അത് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യും, പക്ഷെ ഫീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് ഡിസോർഡേർഡ് ആയിട്ട് മാറും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡേർഡ് ആയിട്ടുള്ള സിസ്റ്റം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓർഡേർഡ് ആയിട്ടുള്ള സിസ്റ്റം, ലോങ് റേഞ്ച് ഓർഡറിങ് കാണിക്കുന്നത്. അതായത് ഒരു സ്ഥലത്തുള്ള സ്പിന്നിന് വളരെ ദൂരമുള്ള ഒരു സ്പിന്നിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആണ് ലോങ് റേഞ്ച് ഓർഡേർഡ് സിസ്റ്റം. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കാം. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഒരു അറ്റത്തുള്ള ഒരു സ്പിന്ന് അപ്പായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്പിന്നിന് വളരെ ദൂരെയുള്ള ഒരു സ്പിന്നിനെ പോലും ഇന്ററാക്ഷനിലൂടെ ഫ്ലിപ്പ് ചെയ്ത് അതേ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള എബിലിറ്റി ഉണ്ടാവും. അങ്ങനത്തെ മെറ്റീരിയൽ ആണ് ലോങ് റേഞ്ച് ഓർഡേർഡ് മെറ്റീരിയൽ.
Ordering will be there throughout the 3 dimensions. Okay. ഇപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിനകത്ത് ഡിഫറെന്റ് ഡൊമൈനുകൾ ഉണ്ടാവും. ചിത്രത്തിൽ കാണാം, ലെഫ്റ്റ് സൈഡിലുള്ള ഓറഞ്ച് കളറിലുള്ളതിനകത്ത് നിങ്ങൾക്ക് ഡൊമൈൻ. എന്റെ മൗസ് പോയിന്റർ കാണുന്നില്ലേ? ഹലോ, മൗസ് പോയിന്റർ കാണാമോ? കാണാം, മൗസ് പോയിന്റർ കാണാം. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് ഡൊമൈനുകൾ കാണാം. ഡൊമൈനുകളിൽ, ഡൊമൈൻ മീൻസ് എ കളക്ഷൻ ഓഫ് സ്പിൻസ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. സോ ആ ഡൊമൈനുകളിലുള്ള മൊമെന്റുകൾ റാൻഡംലി ഓറിയന്റഡ് ആണ്. അതായത് പാരാമാഗ്നറ്റ് പോലെ തന്നെ റാൻഡംലി ഓറിയന്റഡ് ആണ്. പക്ഷെ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡൊമൈനുകൾ ഒരു ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താഴെ, ഈ താഴത്തെ ഇവിടെ ഒരു കർവ് കാണാം. ഇത് സസെപ്റ്റബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. ഇവിടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞു C/T ഡിപെൻഡൻസ് ആണ് ഉണ്ടാവുക. സസെപ്റ്റബിലിറ്റി ആൻഡ് ടെമ്പറേച്ചർ C/T ഡിപെൻഡൻസ് ആണ്. അതാണ് ഈ കർവിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ അതൊരു പാരാമാഗ്നറ്റിക് ബിഹേവിയർ തന്നെയാണ് കാണിക്കുക. പക്ഷേ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വിച്ച് ഈസ് നോൺ ആസ് Curie point or Curie temperature, it undergoes a transition to the ferromagnetic state. അതായത് ആ ഫെറോമാഗ്നറ്റിക് സ്റ്റേറ്റിലാണ് ഇത് എല്ലാ സ്പിന്നുകളും ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്യുകയും ആ സമയത്ത് ഒരു സഡൻ ആയിട്ട് മാഗ്നറ്റൈസേഷനിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാം, ഈ ഗ്രീൻ കളറിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ് ആ Curie point. ഇനി ഒരു ആന്റി ഫെറോമാഗ്നറ്റിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതും ഒരു പാരാമാഗ്നറ്റിക് കർവ് പോലെ തന്നെ വരും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഇവിടെ നീൽ പോയിന്റ് എന്നാണ് ആ ടെമ്പറേച്ചർ പറയുക, അല്ലെങ്കിൽ PN എന്ന് നൊട്ടേറ്റ് ചെയ്യും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ട്രാൻസിഷൻ നടക്കുകയും ആ ട്രാൻസിഷനിൽ സ്പിന്നുകൾ ആന്റി പാരലൽ ആയിട്ട് ഓർഡർ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ആന്റി പാരലൽ ആയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒരു സ്പിന്നിന്റെ മറ്റേ സ്പിൻ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ഡ്രോപ്പിംഗ് ഉണ്ടാവുന്നത്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയിൽ ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാവും. ഇനി ഫെറി മാഗ്നറ്റിക് സിസ്റ്റംസ് ആണെങ്കിൽ ഈ ആന്റി പാരലൽ ഓറിയന്റേഷൻ തന്നെയായിരിക്കും, പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ഈ സസെപ്റ്റബിലിറ്റി കർവ് ഞാൻ വീണ്ടും 1/chi വേഴ്സസ് T പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ C/T ഡിപെൻഡൻസ് ആണ്. അപ്പൊ 1/T എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഗോയിങ് ത്രൂ ഒറിജിൻ. ഓക്കെ. ഇനി ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലും അല്ലെ ആന്റി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലും ഇതേപോലെ നമ്മൾ 1/chi ഡിപെൻഡൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹൈ ടെമ്പറേച്ചറിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ഈ ഹൈ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ലൈനെ, അതായത് ട്രാൻസിഷന്റെ മുമ്പുള്ള റീജിയൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനെ നിങ്ങൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടെമ്പറേച്ചർ ആക്സിസിൽ ഒരു ഇന്റർസെപ്റ്റ് കാണാൻ പറ്റും. ഓക്കെ. ഇത് ആന്റി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർസെപ്റ്റ് കാണാൻ പറ്റും. ഈ ഇന്റർസെപ്റ്റ് ആണ് Curie വേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസും ആന്റി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസും Curie ലോ അല്ല ഒബേ ചെയ്യുന്നത്, Curie വേസ് ലോ ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Chi is equal to C/T minus theta. ഈ തീറ്റ എന്ന് പറയുന്നതാണ് Curie വേസ് ടെമ്പറേച്ചർ. അപ്പം ഈ തീറ്റ എന്ന് പറയുന്ന സാധനമാണ് TC ആയിട്ട് നമുക്ക് ഫെറോമാഗ്നറ്റിസത്തിലുള്ളത്. ഈ തീറ്റ വിൽ ബി നെഗറ്റീവ് ഫോർ ആന്റി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ. സോ നമുക്കൊരു മെറ്റീരിയൽ കിട്ടി, നമ്മൾ അതിന്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈ ടെമ്പറേച്ചർ റീജിയൻ, എല്ലാ മെറ്റീരിയലിന്റെയും ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ അതൊരു പാരാമാഗ്നറ്റിക് കൈൻഡ് ഓഫ് ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചർ റീജിയനുള്ള പാരാമാഗ്നറ്റിക് റീജിയൻ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഇന്റർസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു റഫ് ഐഡിയ ഉണ്ടാവും ഈ മെറ്റീരിയലിന്റെ ഡൊമിനന്റ് എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അതായത് മെറ്റീരിയലിലെ സ്പിന്നുകൾ എങ്ങനെയാണ്, അത് ആന്റി ഫെറോമാഗ്നറ്റിക് രീതിയിലാണോ ഫെറോമാഗ്നറ്റിക് രീതിയിലാണോ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമുക്കൊരു റഫ് എസ്റ്റിമേഷൻ ഉണ്ടാവും. ഓക്കെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലോങ് റേഞ്ച് ഓർഡേർഡ് സിസ്റ്റത്തിൽ. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ റിസർച്ച് ഏരിയ എന്ന് പറഞ്ഞു ഇങ്ങനത്തെ കൺവെൻഷണൽ ഓർഡറിങ് കാണിക്കാത്ത മെറ്റീരിയലിലാണ് നമ്മൾ ഇൻട്രസ്റ്റഡ്.
ഇത് വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള കൺവെൻഷണൽ സിസ്റ്റംസ് ആണ്. ഇങ്ങനത്തെ ലോങ് റേഞ്ച് ഓർഡറിങ് കാണിക്കാത്ത മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സെർച്ച്. അങ്ങനത്തെ മെറ്റീരിയലാണ് പുതിയ പുതിയ ക്വാണ്ടം ഫേസസ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ കാണിക്കുക. അങ്ങനത്തെ മെറ്റീരിയലിന് വേണ്ടിയുള്ള സെർച്ചിലാണ് നമ്മൾ. അവിടെയാണ് ഈ ലോ ഡയമെൻഷണൽ ലോ സ്പിൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്. ലോ ഡയമെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ 3 ഡയമെൻഷണൽ മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ലോ ഡയമെൻഷണൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക്കലി ലോ ഡയമെൻഷണൽ. അതായത് ഇവിടെ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ വിൽ ബി കൺഫൈൻഡ് അലോങ് എ ചെയിൻ ഓർ ഇറ്റ് വിൽ ബി കൺഫൈൻഡ് ഇൻ എ പ്ലെയിൻ. മെറ്റീരിയൽ 3 ഡയമെൻഷണൽ ആയിരിക്കാം, പക്ഷെ മെറ്റീരിയലിനകത്തുള്ള മാഗ്നറ്റിക് ഇന്ററാക്ഷൻസ് ഒരു ഒറ്റ ഡയറക്ഷനിലാണെങ്കിൽ 1 ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അതിനെ 1D മാഗ്നറ്റിക് സ്പിൻ 1D സ്പിൻ സിസ്റ്റം എന്ന് പറയാം. ഇനി ഒരു അലോങ് എ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് അതിനെ 2D സ്പിൻ സിസ്റ്റം എന്ന് പറയാം. ഇത് കൺഫ്യൂസ് ആകരുത്. ഇത് മെറ്റീരിയൽ 3D മെറ്റീരിയൽ തന്നെയായിരിക്കും, പക്ഷെ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ വെച്ചിട്ട് മാത്രമാണ് ഇവിടെ ലോ ഡയമെൻഷൻ 1D മാഗ്നറ്റിക് സ്പിൻ ചെയിൻ അല്ലെങ്കിൽ 2D സ്പിൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ലോ സ്പിൻ എന്ന് പറയും. ഒരു ഇലക്ട്രോണിന് ഒരു ഹാഫ് സ്പിൻ ആണ് എല്ലാവർക്കും അറിയാം. അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ അത്രയും ആയിരിക്കും എന്ത് ആ അയോണിന്റെ സ്പിൻ. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മെയിൻലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്റെ PhD വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വനേഡിയം 4+ലും കോപ്പർ 2+ലും ഒക്കെയാണ്. അപ്പൊ വനേഡിയം 4+ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അത് ഹാഫ് സ്പിൻ ആയിരിക്കും. ഓക്കെ. ഇനി വനേഡിയം 3+ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, സ്പിൻ 1 ആണ്. ഇനി വനേഡിയം 5+ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒറ്റ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് അതിന് സ്പിൻ ഇല്ല, മാഗ്നറ്റിക് സ്പിൻ ഇല്ല. ഓക്കെ. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്പിൻ വാല്യൂ കുറയുന്ന സമയത്താണ് മെറ്റീരിയല് അല്ലെങ്കിൽ സ്പിന്നിന്റെ ഫ്ലക്ച്വേഷൻസ് കൂടുക. സ്പിൻ വാല്യൂ കൂടി വന്നു കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് കുറയും. സ്പിൻ വാല്യൂ കുറയുമ്പോഴാണ് ഫ്ലക്ച്വേഷൻസ് കൂടുക. അപ്പം ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ എക്സോട്ടിക് ആയിട്ടുള്ള പുതിയ പുതിയ ഫേസസ് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് നമ്മൾ ഈ റിസർച്ചിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് സ്പിൻ വാല്യൂ കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. കൂടിയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ക്ലാസിക്കൽ ആവാനാണ് ഉള്ള ടെൻഡൻസിയാണ് കാണിക്കുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലോ ഡയമെൻഷണൽ സ്പിൻ സിസ്റ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഇത്തരം മെറ്റീരിയൽ നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ലോങ് റേഞ്ച് ഓർഡറിംഗ് അല്ലാത്ത പുതിയ ക്വാണ്ടം ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യും. ഇനി ഞാൻ കുറച്ച് 1 ഡയമെൻഷണൽ സ്പിൻ സിസ്റ്റത്തിനെയും 2 ഡയമെൻഷണൽ സ്പിൻ സിസ്റ്റത്തിനെയും പരിചയപ്പെടുത്താം. അതിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള 1 ഡയമെൻഷണൽ സ്പിൻ സിസ്റ്റം ആണ് യൂണിഫോം ഹൈസൻബർഗ് ചെയിൻ. ഈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആന്റി ഫെറോ മാഗ്നറ്റിക് ഹൈസൻബർഗ് ചെയിൻ ആണ്. ഇവിടെ സ്പിന്നുകൾ തമ്മിൽ നിയറസ്റ്റ് നൈബറിംഗ് സ്പിന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ J എന്ന് നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ J എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ it will be an anti-ferromagnetic spin chain. If J is negative, then it will be ferromagnetic. ഈ ഹാമിൽട്ടോണിയൻ പ്രകാരം J പോസിറ്റീവ് ആണെങ്കിൽ ആന്റി ഫെറോമാഗ്നറ്റിക്കും J നെഗറ്റീവ് ആണെങ്കിൽ ഫെറോമാഗ്നറ്റിക്കും ആയിരിക്കും. ഇനി ഈ സ്പിൻ ചെയിന് തന്നെ സ്പിൻ വാല്യൂ അനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസ് മാറാം. അതായത് സ്പിൻ ഹാഫ് ചെയിന്, ഇന്റിജർ സ്പിൻ ചെയിൻസ്, ഓഡ് ഇന്റിജർ സ്പിൻ ഹാഫ് ചെയിൻ, ഇന്റിജർ സ്പിൻ ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓഡ് ഇന്റിജർ സ്പിൻ ഹാഫ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹാഫ് സ്പിൻ ചെയിൻ, 3/2 സ്പിൻ ചെയിൻ, 5/2 സ്പിൻ ചെയിൻ, അങ്ങനത്തേതാണ് ഓഡ് ഇന്റിജർ സ്പിൻ ഹാഫ് ചെയിൻസ് എന്ന് പറയാം. ഇന്റിജർ സ്പിൻ ചെയിൻസ് എന്ന് പറഞ്ഞാൽ സ്പിൻ 1 ചെയിൻ, സ്പിൻ 2 ചെയിൻ, അങ്ങനത്തെ ചെയിനുകൾ. ഈ 2 തരം മെറ്റീരിയലും നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്പിന്നിന് വളരെ ദൂരെയുള്ള വേറൊരു സ്പിന്നിനെയും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ആ മെറ്റീരിയൽ ലോങ് റേഞ്ച് ഓർഡറിങ് കാണിക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ ലോങ് റേഞ്ച് ഓർഡറിങ് ആ സിസ്റ്റം കാണിക്കും. അപ്പൊ നമ്മളൊരു ചെയിൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ ഇന്ററാക്ഷൻ ഈസ് കൺഫൈൻഡ് ഇൻ 1 ഡയറക്ഷൻ. സോ the chance for the observation of 3D long range ordering is very less. So ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 3D ലോങ് റേഞ്ച് ഓർഡറിങ്ങിന്റെ സാധ്യത വളരെ കുറവാണ്.
അപ്പം ഈ കോറിലേഷൻ ഫംഗ്ഷൻ, അതായത് രണ്ട് സ്പിന്നുകൾ തമ്മിലുള്ള കോറിലേഷൻ ഫംഗ്ഷന് ഇതിന്റെ അതായത് ഓഡ് ഇന്റിജർ സ്പിൻ ഹാഫ് ചെയിന്റെ കോറിലേഷൻ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ആൻഡ് ഇന്റിജർ സ്പിൻ ചെയിന്റെ കോറിലേഷൻ ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പിൻസ് കൂടുന്നതിനനുസരിച്ച് ഈ എക്സ്പ്രഷൻ 0 ആയിരിക്കും. അതേപോലെ തന്നെ ഈ എക്സ്പ്രഷനും 0 ആയിരിക്കും. അപ്പൊ നമുക്ക് കോറിലേഷൻ ഫംഗ്ഷൻ 0 ആയി പോകും. ഏത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പിൻസ് ഇൻക്രീസസ് ടു ഇൻഫിനിറ്റി. അങ്ങനെ ആവുന്ന സമയത്ത് അത്തരം സിസ്റ്റംസ് ലോങ് റേഞ്ച് ഓർഡറിംഗ് കാണിക്കും. ലോങ് റേഞ്ച് ഓർഡറിംഗ് കാണിക്കണമെങ്കിൽ ഈ കോറിലേഷൻ ഫംഗ്ഷന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പിൻസ് കൂടി ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് പോലും കോറിലേഷൻ ഫംഗ്ഷന് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? പിള്ളേരാരും സംസാരിക്കുന്നില്ലല്ലോ. ക്ലിയർ നീ കണ്ടിന്യൂ ചെയ്തോ. അവര് പേടിച്ചിരിക്കും. ഇനി വേറൊരു തരം വണ്ടി സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് യൂണിഫോം സ്പിൻ ചെയിൻ ആണ്. ഇനി നോൺ യൂണിഫോം ആയിട്ടുള്ള ചെയിൻ ആണെങ്കിൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഇവിടെ സ്പിന്നുകൾ ആൾട്ടർനേറ്റ് ചെയ്യുകയാണ്. ഒന്ന് ജെ, ഒന്ന് ജെ പ്രൈം. ഇവിടെ അതേപോലെ J1 എന്ന് പറയുന്നത് നിയറസ്റ്റ് നൈബറിംഗ് ഇന്ററാക്ഷൻ ആണ്. J2 എന്ന് പറയുന്നത് നെക്സ്റ്റ് നിയറസ്റ്റ് നൈബറിംഗ് ഇന്ററാക്ഷൻ ആണ്. അതായത് ഈ സ്പിന്നും കൂടെ ഉള്ള ഇന്ററാക്ഷൻ ആണ് J2. ഈ സ്പിന്നും കൂടെ ഉള്ളതാണ് J1. ഇവിടെ അത് J പ്രൈം, J പ്രൈം അങ്ങനെ പോകുന്നത്. ഇത്തരം മെറ്റീരിയൽ ഒക്കെ അതിന്റെ J1-ന്റെയും J2-ന്റെയും വാല്യൂവിനെയോ അല്ലെങ്കിൽ J' വാല്യൂവിനെ അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റുകളാണ് കാണിക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ അത് എന്ത് പ്രോപ്പർട്ടി ആണോ കാണിക്കുക, അതാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂൾ ചെയ്ത് ആബ്സല്യൂട്ട് സീറോന് അടുത്തുള്ള ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയത്ത് അത് എന്ത് പ്രോപ്പർട്ടി ആണോ കാണിക്കുക, അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം മെറ്റീരിയൽ ഒക്കെ ഡിഫറെന്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക. എന്തിനനുസരിച്ച്? J1 വാല്യൂവിനെയും J2 വാല്യൂവിനെയും ഒക്കെ അനുസരിച്ച്. ഇത് കാണിക്കുന്ന ഒരു ഫേസ് ഡയഗ്രാം ആണ്. ഫേസ് ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇനി വേറൊരു വണ്ടി സിസ്റ്റമാണ് സ്പിൻ ലാഡർ. സ്പിൻ ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ചെയിനുകൾ തന്നെയാണ്. ചെയിനിനെ ഒരു ഇന്റർ ചെയിൻ കപ്ലിംഗ് വെച്ചിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ളത്, കപ്പിൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിങ്ങനത്തെ ഈവൻ ലെഗ്ഡ് സ്പിൻ ലാഡർ ഉണ്ടാവാം, ഓഡ് ലെഗ്ഡ്, അതായത് 3 ചെയിനുകൾ കപ്പിൾ ചെയ്തിട്ടുള്ളത് ഉണ്ടാവാം. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് മാറും. ഇനി 2D സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള 2D സിസ്റ്റംസ് ആണ് സ്ക്വയർ ലാറ്റീസ്. അതായത് ഒരു സ്ക്വയറിന്റെ രൂപത്തിൽ J1 J2, ഇത് J1-ഉം ഈ ഡയറക്ഷൻ, 2 ഡയറക്ഷനും ഇത് ഈക്വൽ ആയിരിക്കും. ഈക്വൽ അല്ലാത്തതാണെങ്കിൽ റെക്ടാങ്കുലർ ലാറ്റീസ് വേറെ ഉണ്ട്. അതേപോലെ കഗോമെ ലാറ്റീസ് എന്ന് പറയുന്ന ലാറ്റീസ് ഒരു ഭയങ്കര പെക്യുലിയർ ആയിട്ടുള്ള ഒരു ലാറ്റീസ് ആണ്. ആൻഡ് ഇത് ഈ മാഗ്നറ്റിസം സ്റ്റഡിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാറ്റീസ് ആണ് ഈ കഗോമെ ലാറ്റീസ്. കഗോമെ ലാറ്റീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോർണർ ഷെയ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. ഇതേപോലെ എഡ്ജ് ഷെയ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് നോർമൽ ട്രയാങ്കുലർ ലാറ്റീസ് എന്ന് വിളിക്കാം. ഇത് കോർണർ ഷെയ്ഡിനെയാണ് കഗോമെ ലാറ്റീസ് എന്ന് വിളിക്കുക. ഇനി വേറൊന്നാണ് ഹണികോം ലാറ്റീസ്. അതായത് ഇത് നമ്മളെ ഗ്രാഫിന്റെ ഒക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരു സ്റ്റൈലുള്ള സ്ട്രക്ചറാണ് ഹണികോം ലാറ്റീസ്. പിന്നെ ഈ ഹണികോം ലാറ്റീസിന്റെ പ്രത്യേകത, ഹണികോം ലാറ്റീസിന്റെ അത് ഒരു കിറ്റേവ് സ്പിൻ ലിക്വിഡ് എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ ക്വാണ്ടം ഫിനോമിന ഒരു പുതിയ ഫേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു പുതിയ ഗ്രൗണ്ട് സ്റ്റേറ്റ് കിറ്റേവ് സ്പിൻ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് റുത്തീനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലിനകത്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു മെറ്റീരിയൽ വളരെ കൂടുതൽ റിസർച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ അകത്ത് ഇപ്പൊ പുതുതായിട്ടാണ് ഈ ഹണികോം ലാറ്റീസിന്റെ അകത്ത് ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് ഈ കഗോമെ ലാറ്റീസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് 2D സ്പിൻ സിസ്റ്റമാണ് ശാസ്ത്രി സദർലാൻഡ് ലാറ്റീസ് എന്ന് പറയുന്നത്. ഈ ശാസ്ത്രി ഇസ് എൻ ഇന്ത്യൻ. ആൻഡ് ഈ ലാറ്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് കളറിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഓർത്തോഗണൽ ആയിട്ടുള്ള ഡയമേഴ്സ് ആയിരിക്കും. ഈ ഇന്ററാക്ഷൻ മച്ച് മോർ സ്ട്രോങ്ങർ കമ്പയർഡ് ടു ദ J1. ഇങ്ങനെയുള്ള ഈ 2D സ്പിൻ സിസ്റ്റംസ്, ഇവിടെ കാണിച്ചിട്ടുള്ള 2D സ്പിൻ സിസ്റ്റവും പിന്നെ നേരത്തെ അതിന് മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചിരുന്ന 1D സ്പിൻ സിസ്റ്റംസും ഒക്കെ പലതരം എക്സോട്ടിക് ആയിട്ടുള്ള നോവൽ ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ കാണിക്കും.
അതായത് നമ്മൾ കൺവെൻഷനലി എക്സ്പെക്ട് ചെയ്യുന്ന ഫെറോമാഗ്നറ്റിസം, ആന്റി ഫെറോമാഗ്നറ്റിസം, പെറിമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് അല്ലാതെ പുതിയ പുതിയ നോവലായിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ കാണിക്കും എന്നുള്ളതാണ് ഈ മെറ്റീരിയലിൽ കൂടുതൽ റിസർച്ച് നടത്താനോ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള കാരണം. ഈ മെറ്റീരിയലിന് ഇങ്ങനത്തെ പുതിയ ഫീച്ചേഴ്സ് കാണിക്കാനുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിൽ പലതും മാഗ്നറ്റിക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണും. ഈ മാഗ്നറ്റിക് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കൂട്ടുകയും ഇങ്ങനത്തെ മെറ്റീരിയലിൽ പുതിയ പുതിയ പ്രോപ്പർട്ടീസിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി. ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്രസ്ട്രേഷൻ എന്ന് ഞാൻ പറയുന്നത്? മാഗ്നറ്റിക് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's an inability of a system to satisfy all the pairwise interactions simultaneously. അതായത് ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ് നമ്മൾ. അപ്പം ഇത് ഒരു ട്രയാങ്കിളിൽ ഐസിങ് സ്പിൻ ആണെന്ന് വിചാരിക്കുക. അപ്പം ഐസിങ് സ്പിൻ മീൻസ് ഇറ്റ് വിൽ ബി ഐദർ അപ്പ് ഓർ ഡൗൺ. സോ അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ലാറ്റിസ് എടുക്കുകയാണ്. ഇത് ആന്റി ഫെറോമാഗ്നറ്റിക്കൽ ഇന്ററാക്ഷൻ ആണ് ഈ സ്പിന്നുകൾ തമ്മിൽ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഡൗൺ ആണ്, ഇത് അപ്പ് ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ സ്പിന്ന് അപ്പ് ആയിരിക്കോ ഡൗൺ ആയിരിക്കോ എന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഇറ്റ് ക്യാൻ ബി അപ്പ് ഓർ ഇറ്റ് ക്യാൻ ബി ഡൗൺ. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ സിസ്റ്റം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 6 ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ ഫോം ചെയ്യും. അതായത് ഇത് ഈ 6 സ്റ്റേറ്റുകൾക്കും ഒരേ എനർജി ആയിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നല്ലേ ഡീജനറേറ്റ് സ്റ്റേറ്റ്, അതായത് ഒരേ എനർജിയുള്ള സ്റ്റേറ്റ്. അതായത് ലോവസ്റ്റ് എനർജി ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ല അതിനുണ്ടാവുക, 6 സ്റ്റേറ്റുകൾ അതിന് ഫോം ചെയ്യാൻ പറ്റും ഈ സ്പിൻ വെച്ചിട്ട്. ഇത്തരം മെറ്റീരിയലുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ, അതായത് ഈ ഒരു ഫ്ലിപ്പിംഗ് ഓഫ് സ്പിൻ വിൽ ഓൾവേസ് ഹാപ്പൻ ഇൻ ദ സിസ്റ്റം. അതായത് ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ ആ സിസ്റ്റം നിൽക്കില്ല, ആ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുകയും അതായത് ഈ 6 ഓറിയന്റേഷനിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ടാവില്ല, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഭയങ്കര ഹൈലി ഡിസോർഡേർഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ജോമെട്രി കാരണമാണ്, ഇത് ട്രയാങ്കിൾ ജോമെട്രി കാരണമാണ് ഇവിടെ ഫ്രസ്ട്രേഷൻ വരുന്നത്. ഈ ഫ്രസ്ട്രേഷൻ കോമ്പീറ്റിംഗ് ഇന്ററാക്ഷൻ കാരണവും ഉണ്ടാകും. ഒരു സ്ക്വയർ ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇത് ആന്റിഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ എല്ലാ പെയർവൈസ് ഇന്ററാക്ഷനും സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അപ്പാണ്, ഇത് ഡൗൺ ആണ്, ഇത് അപ്പാണ്, ഇത് ഡൗൺ ആണ്, ഇങ്ങനെ എല്ലാ ഇന്ററാക്ഷനും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ഒരു ഡയഗണൽ ഇന്ററാക്ഷനും കൂടെ വരികയാണെങ്കിൽ, ഗ്രീൻ കളറിൽ ഞാൻ കാണിച്ച ഒരു ഡയഗണൽ ഇന്ററാക്ഷനും കൂടെ വരികയാണെങ്കിൽ അവിടെയാണ് ഈ ഫ്രസ്ട്രേഷൻ അറൈസ് ചെയ്യുക. അതായത് ഇത് ഡൗൺ ആക്കാൻ ശ്രമിക്കും ആൻഡ് സിസ്റ്റം കൊളാപ്സ്. അതായത് വീണ്ടും ഇതും ഒരുപാട് ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ ഫോം ചെയ്യും, സിസ്റ്റം വിൽ ഷോ ഫ്രസ്ട്രേഷൻ. ഇതേപോലെ ചെയിനിലാണെങ്കിലും ഈ J1 എന്ന് പറയുന്നത് അപ്പ് ഡൗൺ, ഇത് J1 ആന്റി ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ J2 ആന്റി ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ ഹിയർ ഓൾസോ സിസ്റ്റം ഷോസ് എ ഫ്രസ്ട്രേഷൻ. ആ ഫ്ലിപ്പിംഗ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല, ഇറ്റ് വിൽ ബി ഡിസോർഡേർഡ് സിസ്റ്റം. ഇനി ഇതിന് എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞുള്ള ട്രയാങ്കുലർ ലാറ്റിസ്, കർബോണി ലാറ്റിസ്, ഹണികോം ലാറ്റിസ്, ഇതൊക്കെ ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന സിസ്റ്റംസ് ആണ്. ഫ്രസ്ട്രേഷൻ കാരണം അത് കാണിക്കുന്ന പെക്യുലർ ആയിട്ടുള്ള നോവൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളാണ് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, സ്പിൻ ഐസ്, മാഗ്നറ്റൈസേഷൻ പ്ലാറ്റോ, സ്പിൻ ഗ്യാപ്പ് അല്ലെങ്കിൽ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നത് ഈ ഫ്രസ്ട്രേഷൻ കാരണം. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഡിഫറെന്റ് ടേംസുകൾ. അതായത് ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്താണ്, ക്വാണ്ടം സ്പിൻ ഐസ് എന്താണ് എന്നുള്ള ടേംസുകളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തും. ഈ ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സ്പിൻ ഫ്ലിപ്പിംഗ് കാരണം, അതായത് ഒരു ഫ്രസ്ട്രേഷൻ കാരണം സ്പിന്നുകൾ ഇങ്ങനെ ഹൈലി ഡീജനറേറ്റ് ആയിരിക്കും. അപ്പൊ ഹൈലി ഡീജനറേറ്റ് ആയിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു പർട്ടിക്കുലർ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് അതിന് പോകാൻ പറ്റും. ഒരു ഹണികോംബ് ലാറ്റിസിലാണെങ്കിൽ ഇവിടെ കാണാം, ഒരു ഹണികോംബ് ലാറ്റിസ് ഇഫ് ഇറ്റ് ഈസ് ആന്റി ഫെറോമാഗ്നറ്റിക്കലി ഓർഡേർഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്കതിന് വേണമെങ്കിൽ ഒരു ക്രിസ്റ്റൽ എന്ന് പറയാം. ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹൈലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറയും. ഈ ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനാണ് ലിക്വിഡ് എന്ന് പറയും, അല്ലെ?
അതേപോലെ തന്നെയാണ് ഈ സ്പിന്നുകൾ ഹൈലി ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് അതിനെ ഓർഡേർഡ് സിസ്റ്റം, ലോങ് റേഞ്ച് ഓർഡേർഡ് സിസ്റ്റം, അതായത് ആന്റിഫെറോമൈറ്റീസും ഫെറോമൈറ്റീസും ഒക്കെ അതിന്റെ ഓർഡേർഡ് സിസ്റ്റംസ്. ഇനി അങ്ങനെയല്ല ഇത് ഹൈലി ഡിസോർഡേർഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, സ്പിൻ ലിക്വിഡ് എന്ന് പറയും. ഈ സ്പിൻ ലിക്വിഡ് പാരാമാഗ്നറ്റിസം ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കാരണം എന്താ, ഇവിടെ ഹൈ ഇന്ററാക്ഷൻസ് ഉണ്ട്, സ്പിന്നുകൾ തമ്മിൽ ഹൈലി സ്ട്രോങ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പാരാമാഗ്നറ്റിസത്തിൽ ഡിസോർഡർനെസ് വരുന്നത് അത് സ്പിന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ആബ്സൻസ് ഉണ്ട്. ഇന്ററാക്ഷൻസ് എല്ലാം ഓരോ സ്പിന്നുകളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ഡയറക്ഷനിൽ നിൽക്കുന്നതാണ് അവിടുത്തെ ഡിസോർഡർനെസിന് കാരണം. പക്ഷെ ഇവിടുത്തെ ഡിസോർഡർനെസിന് കാരണം സ്ട്രോങ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റുത്തീനിയം ക്ലോറൈഡ് ആൻഡ് ട്രയാങ്കുലർ ലാറ്റിസിൽ NaYbS2 ഒക്കെ പുതുതായിട്ട് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന കോമ്പൗണ്ടുകളാണ്. ഈ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ റുത്തീനിയം ക്ലോറൈഡില് പുതിയ കൈൻഡ് ഓഫ് ഈ മയോറാന ഫെർമിയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് ഒരു പ്രഡിക്റ്റഡ് ഫെർമിയോൺസ് ഉണ്ട്. ആ ഫെർമിയോൺസിന്റെ പ്രസൻസ് കുറച്ച് ആൾക്കാർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഈ റുത്തീനിയം ക്ലോറൈഡിന്റെ അകത്ത്. ഈ മയോറാന ഫെർമിയോൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ നമ്മൾ സാധാരണ പഠിക്കുന്ന ഫെർമിയോൺസ്, ഇലക്ട്രോൺസ് ഒക്കെ പറയുന്ന ഫെർമിയോൺസ് ഡിറാക് ഫെർമിയോൺസ് ആണ്. പക്ഷെ മയോറാന ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഫെർമിയോൺസ് ആണ്. അതിന്റെ പാർട്ടിക്കിളും ആന്റി പാർട്ടിക്കിളും സെയിം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനത്തെ മയോറാന ഫെർമിയോൺസിന്റെ പ്രസൻസ് ഒക്കെ ഈ കിറ്റേവ് ഹണികോംബ് ലാറ്റിസിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ മയോറാന ഫെർമിയോൺസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മയോറാന ഫെർമിയോൺസ് ക്വാണ്ടം ക്യൂബിറ്റ്സ് ഉണ്ടാക്കാനും അങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ അതാണ് ഈ സ്പിൻ ലിക്വിഡിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ തറോ ആയിട്ട് ക്വാണ്ടം സ്പിൻ ലിക്വിഡിന്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേറൊരു പർട്ടിക്കുലർ ഒരു നോവൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്പിൻ ഐസ് എന്ന് പറയുന്നത്. സ്പിൻ ഐസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയും പേര് വന്നിട്ടുള്ളത് അത് വാട്ടർ ഐസുമായിട്ടുള്ള റിസംബ്ലൻസ് കാരണമാണ്. ഇവിടെ സ്പിൻ ഐസിൽ നിങ്ങൾക്ക് കാണാം, അതായത് 2 സ്പിൻ അപ്പും 2 സ്പിന്ന് ഉള്ളിലേക്കുമാണ്. അതായത് 2 in 2 ഔട്ട് കോൺഫിഗറേഷൻ ആണ് ഇതുള്ളത്. അതായത് വാട്ടർ ഐസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഐസ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഓക്സിജൻ 2 ഹൈഡ്രജൻ കറുപ്പ് നിറത്തിൽ. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഒരു ഓക്സിജൻ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 2 എണ്ണം ഈ ഓക്സിജനുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്, 2 എണ്ണം ഇപ്പുറത്തെ ഓക്സിജനുമായിട്ട് അടുത്താണ്, ഈ ഓക്സിജനുമായിട്ട് വളരെ ദൂരം കൂടിയാണ്. അതുകൊണ്ട് ഈ 2 in 2 ഔട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺഫിഗറേഷൻ ഇതിനകത്തും കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പേര് വരുന്നത്. പിന്നെ വേറെ കുറെ പ്രത്യേകതകളും ഉണ്ട്. റെസിജ്വൽ എൻട്രോപ്പി, അതായത് നമ്മൾ 0 കെൽവിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ സ്പിൻ ഐസിനും വാട്ടർ ഐസിനും രണ്ടിനും ഒരു എൻട്രോപ്പി ഉണ്ടാവും. പിന്നെ എൻട്രോപ്പി 0 ആവില്ല. അത് ആ ഒരു പ്രത്യേകതകൾ വെച്ചിട്ടാണ് ഈ നെയിമിംഗ് നടക്കുന്നത്. ആൻഡ് ഇത് പൈറോക്ലോർ ലാറ്റിസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ലാറ്റിസിലാണ് ഈ മെയിൻലി സ്പിൻ ഐസ് ഫിനോമിന. സ്പിൻ ഐസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഇപ്പം മാഗ്നറ്റിക് മോണോപോൾസിന്റെ പ്രസൻസ് ഈ സ്പിൻ ഐസ് മെറ്റീരിയലിനെ നമ്മൾ വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യുന്ന സമയത്ത് നിയർ ടു ലെസ് ദാൻ 1 കെൽവിൻ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. 1 കെൽവിന്റെ ഒക്കെ താഴെ ഈ ഡിസ്പ്രോസിയം ടൈറ്റാനിയം ഓക്സൈഡിന്റെ അകത്തൊക്കെ ഈ 2 in 2 ഔട്ട് കോൺഫിഗറേഷൻ ബ്രേക്ക് ചെയ്തിട്ട് 3 in 1 ഔട്ട് അല്ലെങ്കിൽ 1 in 3 ഔട്ട് എന്നൊക്കെ പറഞ്ഞുള്ള കോൺഫിഗറേഷനിലേക്ക് മാറുകയും ആ സമയത്ത് അതൊരു മാഗ്നറ്റിക് മോണോപോളിന്റെ ഒരു ബിഹേവിയർ പോലത്തെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നു. അതൊന്നും കംപ്ലീറ്റ് അല്ല, ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇനി വേറൊരു ഫീച്ചറാണ് ഈ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്പിൻ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി. ഞാൻ മെയിൻലി എന്റെ PhD വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സ്പിൻ ഗ്യാപ്പ് സിസ്റ്റംസ് വിത്ത് സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മുടെ ഒരു ഈ ക്വാണ്ടം സ്പിൻ ലിക്വിഡിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ PhD വർക്കിൽ മെയിൻലി ഞാൻ ഈ ഒരു ഏരിയയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഒരു ഡൈമർ എടുക്കുകയാണ്. ഇപ്പൊ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഈ ഡൈമറിന്റെ ഇന്ററാക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഇത് ഇന്റർ ഡൈമർ എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻ ആണ് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ഡൈമർ എടുക്കുക. അപ്പൊ 2 ഹാഫ് സ്പിൻസുകൾ ഇവിടെ കപ്പിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊരു ജെ ഇന്ററാക്ഷൻ ഉപയോഗിക്കുക. ഈ ജെ ഇന്ററാക്ഷൻ ഉപയോഗിച്ചിട്ട് 2 സ്പിന്നുകൾ കപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കപ്പിൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു എഫക്റ്റീവ്ലി
സീറോ സ്റ്റേറ്റോ അല്ലെങ്കിൽ S is equal to 1 സ്റ്റേറ്റോ ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബിഹേവിയർ ഇതിന് കാണിക്കാൻ പറ്റും. അതായത് ഇത് സ്ട്രോങ്ലി കപ്പിൾഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, രണ്ട് ഹാഫ് സ്പിൻ കപ്പിൾ ചെയ്തിരിക്കുന്ന സമയത്ത് അത് ഐദർ S is equal to 0 സ്റ്റേറ്റ് ഓർ S is equal to 1 സ്റ്റേറ്റ് ടെൻഷൻ. S is equal to 0 സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. S is equal to 1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും ഒരു എനർജി ഗ്യാപ്പ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു എനർജി ഗ്യാപ്പ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അതിന് സീമാൻ സ്പ്ലിറ്റിംഗ് നടക്കുകയും അത് 3 ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ എനർജി ഗ്യാപ്പ് ഫീൽഡിനനുസരിച്ച് കുറയും എന്നുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഈ മെറ്റീരിയൽ കാണിക്കുന്നു. ഇതിന്റെ സ്പിൻ സസെപ്റ്റിബിലിറ്റിന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക്, ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കനോണിക്കൽ എൻസെംബിൾ തിയറി ഒക്കെ വെച്ചിട്ടാണ് ഈ സാധനമൊക്കെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്പ്രഷൻ ഒക്കെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡൈമർ, ഇഫ് ദർ ഈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഡൈമേഴ്സ് ഇറ്റ് വിൽ ബി മോഡിഫൈഡ് ലൈക്ക് ദിസ്. ഇതൊന്നും ഞാൻ അധികം ഡീറ്റെയിൽ പറയുന്നില്ല. ഇനി കുറച്ച് ഈ സ്പിൻ ഗ്യാപ്പ് അല്ലെങ്കിൽ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണിക്കുന്ന മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ പറയാം. ഇനി ആ മെറ്റീരിയൽസ് എന്തുകൊണ്ട് പഠിക്കുന്നു അതിന്റെ മോട്ടിവേഷൻ പറയാം. എന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് സ്പിൻ ഗ്യാപ്പ് സിസ്റ്റത്തിന്റെ സ്റ്റഡീസ് ഒക്കെ കാണിക്കാം. അപ്പം ഇതിനകത്ത് ഈ ഓൾട്ടർനേറ്റിംഗ് സ്പിൻ ഹാഫ് ചെയിൻ ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഈ സ്പിൻ ഗ്യാപ്പ് അല്ലെങ്കിൽ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണിക്കും. ബേസിക്കലി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു ഡൈമറൈസേഷൻ പോസിബിൾ ആണെങ്കിലാണ് ഈ എന്ത് കാണിക്കുക, ഈ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയൽ കാണിക്കുക. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഇതൊരു ഡൈമർ, ഈ ഡൈമേഴ്സ് കപ്പിൾ ചെയ്തു. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സ്പിൻ പൈറൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് സ്പിൻ ഓഫ് ചെയിൻ തന്നെയാണ്. ആൻഡ് കോമ്പീറ്റിംഗ് J1 J2 ചെയിൻ, ചില പെർട്ടിക്കുലർ വാല്യൂ ഓഫ് J1 ഉം J2 ഉള്ള സമയത്ത് മാത്രമേ ഇത് ഇങ്ങനത്തെ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണിക്കുള്ളൂ. പിന്നെ അതേപോലെ ഈവൻ ലെഗ്ഡ് സ്പിൻ ലാഡർ, ഇതിലൊക്കെ ഈ ജെയുടെയും JRന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് ഇതേപോലെ ഡൈമറൈസേഷൻ കാണിക്കും. പിന്നെ ഇന്റിജർ സ്പിൻ ചെയിൻസ് എന്ന് പറയുന്ന കാറ്റഗറി, ഈ ഇന്റിജർ സ്പിൻ ചെയിൻസ് അതായത് യൂണിഫോം സ്പിൻ ചെയിൻസ് വിത്ത് ഇന്റിജർ സ്പിൻസ്, അതിനാണ് ഹാൾഡെയിൻ ചെയിൻസ് എന്ന് പറയും. ഈ ചെയിനുകൾ കാണിക്കുന്ന സ്പിൻ ഗ്യാപ്പിനെ ഹാൾഡെയിൻ ഗ്യാപ്പ് എന്ന് പറയും. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് ഈ ഹാൾഡെയിൻ, ഡുംഗൻ ഹാൾഡെയിൻ. കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ഈ ഡുംഗൻ ഹാൾഡെയിൻ. അയാളാണ് ഈ ഹാൾഡെയിൻ ഗ്യാപ്പും ഹാൾഡെയിൻ ചെയിനും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ശാസ്ത്രീയ സദർലാൻഡ് ലാറ്റിസ്, ഇതും ഇവിടെ ഒരു ഡൈമറൈസേഷൻ ഉണ്ട്. ആ ഡൈമറൈസേഷൻ കാരണം ഇവിടെ ഒരു സ്പിൻ ഗ്യാപ്പ് പ്രോപ്പർട്ടി ആണ്. ആൻഡ് ഈ സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയൽസിന്റെ എങ്ങനെയാണ് സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയൽസിന്റെ സസെപ്റ്റിബിലിറ്റി എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇത് സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. സസെപ്റ്റിബിലിറ്റി അതൊരു ബ്രോഡ് മാക്സിമം ഫോം ചെയ്തിട്ട് അത് 0ലേക്ക് എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യുകയാണ് ചെയ്യാം ഈ സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയൽസിന്റെ സസെപ്റ്റിബിലിറ്റി. ഈ ബ്രോഡ് മാക്സിമം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ലോങ് റേഞ്ച് ഓർഡറിംഗ് കാണിക്കുന്ന മെറ്റീരിയൽ ആണ്. ഒരു ഷാർപ്പ് ആയിട്ടുള്ള പീക്ക് കാണിക്കുക. നമ്മളെ ഈ ഫെറോമാഗ്നറ്റിസം ആന്റി ഫെറോമാഗ്നറ്റിസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഷാർപ്പ് ആയിട്ടുള്ള പീക്ക്. പക്ഷെ അങ്ങനത്തെ ലോങ് റേഞ്ച് ഓർഡറിംഗ് അല്ലാതെ ഷോർട്ട് റേഞ്ച് ഓർഡറിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് ചെറിയൊരു ഒരു ഡിസ്റ്റൻസ് വരെ മാത്രമേ ഓർഡറിംഗ് ഉള്ളൂ, അങ്ങനത്തെ മെറ്റീരിയൽ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ മാക്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ മെറ്റീരിയൽ ഈ സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ള മെറ്റീരിയൽ ഒരിക്കലും ഒരു ലോങ് റേഞ്ച് ഓർഡറിംഗ് ഒരു ഷാർപ്പ് പീക്ക് അതിന്റെ സസെപ്റ്റിബിലിറ്റി കർവിൽ കാണിക്കില്ല. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ സ്പിൻ ഗ്യാപ്പ് സിസ്റ്റംസ് പഠിക്കുന്നു, എന്താണ് ഈ സ്പിൻ ഗ്യാപ്പ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാനിപ്പോ അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ S=0 സ്റ്റേറ്റ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിൻ 1 സ്റ്റേറ്റ് ആണ്. ഈ സ്പിൻ 1 സ്റ്റേറ്റ് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലോവസ്റ്റ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലുള്ള ബോസോൺസ് ഏതാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ബോസോൺസ് ഏതാണ് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് ഈ സിസ്റ്റം ഒരു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഫിനോമിന പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BSc പഠിക്കാണ്ട് MSc, BSc ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, MSc ഉണ്ട്
BSc-യിലും MSc-യിലും പഠിക്കാനില്ലേ? അത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. MSc-യിൽ എന്തായാലും പഠിക്കാനുണ്ട് ബോസ് സെൻസിങ് കണ്ടൻസേഷൻ. എനിക്ക് തോന്നുന്നത് ബേസറിന്റെ അകത്തും ബോസ് സെൻസിങ് കണ്ടൻസേഷൻ ബോസോൺസ് പഠിക്കുന്ന സമയത്ത് BSc-യിലും പഠിക്കാനുണ്ട്. അപ്പൊ ബോസ് സെൻസിങ് കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന ഈ മെറ്റീരിയൽസ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ മെറ്റീരിയൽസ് വെൽ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ആയിട്ട് മാറുന്നത്. നമ്മൾ സാധാരണ ബോസ് സെൻസിങ് കണ്ടൻസേഷൻ ഫിസിക്കലി അല്ലെങ്കിൽ എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തിട്ടുള്ളത് കോൾഡ് ആറ്റോമിക് ഗ്യാസുകളാണ്. ഹീലിയം ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് വളരെ ലോ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് അതൊരു സൂപ്പർ ഫ്ലൂയിഡിക് നേച്ചർ കാണിക്കും. ആ ഒരു സമയത്തൊക്കെയാണ് ഈ ബോസ് സെൻസിങ് കണ്ടൻസേഷൻ ഫിനോമിന ഈ കോൾഡ് ആറ്റോമിക് ഗ്യാസ് ലൈക്ക് ഹീലിയം കാണിക്കുന്നത്. ഹീലിയത്തിന്റെ ലൈറ്റ് മാസ് കൊണ്ട് ഹീലിയത്തിലാണ് അത് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. മറ്റു കോൾഡ് ആറ്റോമിക് ഗ്യാസുകളൊക്കെ വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യുന്ന സമയത്ത് ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ ആണ് അധികവും നടക്കുന്നത്. അത് ഹീലിയം ഗ്യാസിലും ഇത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്, കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര. പക്ഷെ ഈ BECന്റെ ഫീച്ചേഴ്സ്, ബോസ് സെൻസിങ് കണ്ടൻസേഷന്റെ ഫീച്ചേഴ്സ് ഈസിലി ആയിട്ട് നമുക്ക് ക്വാണ്ടം മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട്, അതായത് ഈ സ്പിൻ ഗ്യാപ് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കെമിക്കൽ പൊട്ടൻഷ്യൽ പോലെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ബോസോൺ ഡെൻസിറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ബോസ് സെൻസിങ് കണ്ടൻസേഷന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ക്വാണ്ടം മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ട്യൂൺ ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് മെറ്റീരിയലിന്റെ അകത്തുള്ള BEC സ്റ്റഡീസ് നടന്നിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ BEC ബിഹേവിയർ റിയലൈസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിനകത്തൊക്കെ ഈ കർവ് അതായത് TC വേഴ്സസ് H-HC1 എന്ന് പറയുന്ന ഇതിന്റെ അകത്ത് ഒരു ആൽഫ എന്ന് പറഞ്ഞ എക്സ്പോണൻഷ്യൽ, ഒരു 5 എന്ന് പറയുന്ന എക്സ്പോണന്റ് കാണല്ലേ. ഈ എക്സ്പോണന്റ് 2/3 ആണ് ഇതിന്റെ വാല്യൂ കിട്ടുക. അത് 3D BEC കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് ഇതിനകത്ത് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ BEC കാണിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്വാണ്ടം മാഗ്നറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതേപോലെ സ്ക്വയർ ലാറ്റിസിലും കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഹിഗ്സ് ബോസോൺ കൈൻഡ് ഓഫ് ബിഹേവിയർ നമുക്ക് ക്വാണ്ടം മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് കോർണർ ഷെയർ മറ്റേ ഡയഗണൽ ഇന്ററാക്ഷൻസ് ഉള്ള ഫ്രസ്ട്രേറ്റഡ് സ്ക്വയർ ലാറ്റിസിൽ ഇതേപോലെ ഹിഗ്സ് ബോസോൺ റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേച്ചർ പേപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ഒന്നുമല്ല, അത് പിന്നെ വെൽ സ്റ്റഡീഡ് ഒന്നുമല്ല. ഒരു നേച്ചർ പേപ്പർ കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പ്രഡിക്ഷൻ പറഞ്ഞിട്ട്. ഇനി വേറെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ടൊമോനാഗ ലുറ്റിംഗർ ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഈ സ്പിൻ ഗ്യാപ് സിസ്റ്റംസ് കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്തെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇപ്പൊ തന്നെ കുറെ ലെങ്തി ആയി. പിന്നെ വേറൊരു ഫീച്ചറാണ് മാഗ്നറ്റൈസേഷൻ പ്ലാറ്റോ. അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞു ഈ ബോസോൺസ് ഗ്യാസിനെ അല്ലെങ്കിൽ കോൾഡ് ആറ്റോമിക് ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് ചില മെറ്റീരിയൽസ് എന്ത് ചെയ്യും, BEC സ്റ്റേറ്റിലേക്ക് പോകും. ചിലത് എന്ത് ചെയ്യും, BEC സ്റ്റേറ്റിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ ഒരു ക്രിസ്റ്റലൈസേഷൻ ചെയ്യും. അങ്ങനത്തെ ബോസോണിക് ക്രിസ്റ്റലൈസേഷൻ ആണ് ശരിക്കും ഈ മാഗ്നറ്റൈസേഷൻ കർവില് M വേഴ്സസ് H കർവില് ഒരു പ്ലാറ്റോ ആയിട്ട് കാണും. ഇനി ഇതൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ. അതായത് എന്തുകൊണ്ട് സ്പിൻ ഗ്യാപ് സിസ്റ്റംസ് സ്റ്റഡി ചെയ്യുന്നു, എന്താണ് സ്പിൻ ഗ്യാപ് സിസ്റ്റംസ്, എന്തൊക്കെയാണ് ഈ എക്സോട്ടിക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ, നമ്മൾ കൺവെൻഷനലി പഠിക്കുന്ന ഫെറോമാഗ്നറ്റിസം, ആന്റി ഫെറോമാഗ്നറ്റിസം ഒന്നും അല്ലാത്തുള്ള മാഗ്നറ്റിക് സ്റ്റേറ്റുകളാണ് ഞാൻ കുറച്ചെണ്ണം പരിചയപ്പെടുത്തിയത്. ഇനി അതിൽ നിന്ന് നമ്മള് ഞാനിവിടെ ചെയ്തിട്ടുള്ള PhD വർക്കായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിലെ കുറച്ച് സ്റ്റഡീസ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതില് ഒന്നാണ് ഈ സോഡിയം വനേഡൈൽ ആർസനേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. ഇതിനകത്ത് വനേഡിയം ആണ് മാഗ്നറ്റിക് അയോൺ, വനേഡിയം 4+. വനേഡിയം 4+ എന്ന് പറഞ്ഞാൽ സ്പിൻ ഹാഫ് ആണ്. ഇതിന്റെ AgVOASO4 ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് എന്റെ സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ജർമ്മനിയിലുള്ള ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് BEC എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് സോഡിയം ആക്കുന്ന സമയത്ത് ഇതിന്റെ സ്പിൻ ലാറ്റിസ് കുറച്ചുകൂടെ കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഫിസിക്കൽ ഫിനോമിനയിൽ എന്ത് ചേഞ്ച് വരിക എന്നുള്ളൊരു സ്റ്റഡി ആയിരുന്നു ഞങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇന്ററാക്ഷൻ സ്ട്രെങ്ത് കൂടും, ഈ ലാറ്റിസ് ഒന്നുകൂടെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ
മെയിൻലി നോക്കിയിട്ടുള്ളത് ഈ സ്റ്റഡിയിൽ. സ്പിൻ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ളതാണ് സ്പിൻ ലാറ്റിസ്. ഇത് ആൾട്ടർനേറ്റ് ചെയിൻസ് നിങ്ങൾക്ക് കാണാം. ഇത് ജെ പ്രൈം എന്ന് പറഞ്ഞുള്ള ചെയിൻ ആണ് ഈ AB പ്ലെയിനിൽ പോകുന്നത്. ഒരു ലെയറിലുള്ള ചെയിൻ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ വരും. അടുത്ത തൊട്ട് താഴെയുള്ള ലെയറിലെ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഈ ചെയിനുകളൊക്കെ ഒരു JC എന്ന് പറയുന്ന ഒരു ഇന്ററാക്ഷൻ മൂലം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു സ്പിൻ ലാറ്റിസ്. സ്പിൻ ഇന്ററാക്ഷന്റെ പാത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അധികം ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് നമ്മൾ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് സോളിഡ് സ്റ്റേറ്റ് റിയാക്ഷൻ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് ഇതിന്റെ ഫേസ് പ്യൂരിറ്റി നമ്മൾ XRD ഡാറ്റയാണ് ഈ കാണിച്ചിട്ടുള്ളത്. എക്സ്റേ ഡിഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ ലോ വെച്ചിട്ടാണ് ഈ XRD വർക്ക് ചെയ്യുന്നത്. XRD പാറ്റേൺ ആണ്. ഒരു മെറ്റീരിയലിന്റെ XRD പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. നമ്മളെ ഫിംഗർ പ്രിന്റ് ഒക്കെ പോലെയാണ്. ഒരു മെറ്റീരിയലിന്റെ ഒരു ക്രിസ്റ്റലിന്റെ XRD പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിന്റെ യുണീക്ക് ആണ്. അപ്പം നമുക്കൊരു XRD പാറ്റേൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഈ മെറ്റീരിയൽ ആണ്. ഇപ്പം NAVO ASO4ന്റെ XRD പാറ്റേൺ ആണ് ഇത്. ഈ XRD പാറ്റേൺ വേറൊരു സാധനത്തിനും ഈ ഒരു എക്സാക്ട് XRD പാറ്റേൺ കിട്ടില്ല. അപ്പൊ ഈ XRD പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തറലി പറയാൻ പറ്റും ഇത് ആ മെറ്റീരിയൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരി. ഇതിനകത്ത് ഈ ഒബ്സർവ്ഡ് ഡാറ്റയും നമ്മളെ ഡാറ്റാബേസിലുള്ള ഡാറ്റയും കൂടെയുള്ള കമ്പാരിസൺ ഒക്കെയാണിത്. റിട്രീവൽ റിഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമുക്ക് ABC ലാറ്റിസ് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ക്രിസ്റ്റലിന്റെ. പിന്നെ അതിനുശേഷം നമ്മള് കൂടുതൽ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഓൾട്ടർനേറ്റ് ചെയിൻ സിസ്റ്റം ആണിത്. അപ്പം ഇത് സ്പിൻ ഗ്യാപ്പ് ബിഹേവിയർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു മോട്ടീവിലാണ് നമ്മൾ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതും ഇതിൽ സ്റ്റഡി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഒരു ഡൈമറൈസേഷൻ, ഈ എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻ വെരി സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡൈമറൈസേഷൻ പ്രോപ്പർട്ടി ഈ മെറ്റീരിയൽ കാണിക്കും. അങ്ങനെ നമ്മൾ ഇതിന്റെ സസെപ്റ്റബിലിറ്റി മെഷർമെന്റ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. മാഗ്നറ്റൈസേഷൻ മെഷർ ചെയ്യുന്നു. അതിനെ ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞു. ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ എല്ലാ മെറ്റീരിയലും ഒരു പാരാമാഗ്നറ്റിക് കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ് കാണിക്കുക. നമ്മൾ 1/chi പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് 1/chi ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യൂറി വേസ് ടെമ്പറേച്ചർ കിട്ടും. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ. This positive value suggests the dominant exchange interaction in this material is antiferromagnetic. Okay. ഇനി നമ്മൾ ഇതിനകത്ത് സ്പിൻ ഗ്യാപ്പ് ആണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സ്പിൻ ഗ്യാപ്പ് മെറ്റീരിയലിന്റെ സസെപ്റ്റബിലിറ്റി ഡാറ്റ ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മളുടെ സസെപ്റ്റബിലിറ്റി ഡാറ്റ നോക്കുന്ന സമയത്ത് ഈ നീല കളറിൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്രോഡ് മാക്സിമയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഷാർപ്പ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ക്യൂരി ടെയിൽ എന്ന് പറയും, ഒരു ചെറിയൊരു ടെയിൽ ഉണ്ട്, ഒരു അപ്വേർഡ് ഒരു ഡാറ്റയിൽ ഒരു അപ് ടേണിംഗ് ഉണ്ട്. അപ്പൊ ആ അപ് ടേണിംഗ് എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിച്ചപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് ഈ മെറ്റീരിയലിനകത്ത് ചിലപ്പം XRDയിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വനേഡിയം 4+ അയോൺസ് കാണും. അങ്ങനെയുള്ള വനേഡിയം 4+ അയോൺസ് ഒക്കെയാണ് ഈ കോൺട്രിബ്യൂഷൻ തരുന്നത്. വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ലോ ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് ഈ പാരാമാഗ്നറ്റിസം ഈസ് പ്രൊപ്പോർഷണൽ ടു C/T. അപ്പോൾ C/T ആയതുകൊണ്ട് ലോ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇത് എൻഹാൻസ് ചെയ്യും. നമ്മളെ മെറ്റീരിയലിന്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്, അതായത് ഇങ്ങനെ വന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ 0യിലേക്കാണ്. ഇത് 0യിലേക്ക് എത്തുമ്പോൾ ഈ ഇംപ്യൂരിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റി നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ മെറ്റീരിയൽ സ്പിൻ ഗ്യാപ്പ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതിനകത്തുനിന്ന് നമ്മൾ അതിന്റെ സ്പിൻ ഗ്യാപ്പിന്റെ വാല്യൂ ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തു. എത്രയാണ് ആ ഗ്യാപ്പ് വാല്യൂ, അതായത് സിംഗിളറ്റ് റൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് ട്രിപ്പിൾ സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, പിന്നെ എത്ര ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് നമുക്ക് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ റിയലൈസ് ചെയ്യാം എന്നൊക്കെയുള്ള സ്റ്റഡീസ് നമ്മൾ ചെയ്തു. അതിനകത്ത് നമുക്ക് മനസ്സിലായത് 16 ടെസ്ല ഫീൽഡിലാണ് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക.
ആ ഫീൽഡിന്റെ മുകളിലാണ് ഈ സിസ്റ്റം ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അതിനിടയിലൂടെ ഞാൻ വേറൊരു എക്സ്പെരിമെന്റൽ ടെക്നിക്ക് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഹലോ ഹരീഷ് മാഷേ, ഞാൻ ഒരു 10-15 മിനിറ്റ് കൂടി എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഒരു NMR എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്കാണ്. അതായത് ഇത്ര നേരം നമ്മൾ നേരിട്ട് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മെഷർ ചെയ്യുന്നതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാഗ്നറ്റൈസേഷൻ മെഷർ ചെയ്യും. അതായത് നമ്മളെ മാഗ്നറ്റൈസേഷൻ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കോയിലിനകത്ത് സാമ്പിൾ വെക്കും, എന്നിട്ട് ആ കോയിൽ മൂവ് ചെയ്യും. അപ്പം ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീൽഡിൽ വെച്ചിട്ട് അത് മൂവ് ചെയ്യും. അപ്പം കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്ന EMF വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സസെപ്റ്റിബിലിറ്റി ഡാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ടായത്. വൈബ്രേറ്റിംഗ് സാമ്പിൾ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ്, VSM എന്ന് പറയുന്നത്, വൈബ്രേറ്റിംഗ് സാമ്പിൾ മാഗ്നറ്റോമീറ്റർ. അതായത് സാമ്പിൾ അതിനുള്ളിൽ വെക്കും, എന്നിട്ട് ആ കോയിൽ വൈബ്രേറ്റ് ചെയ്യും. കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷനും നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റൈസേഷനും കാരണം അതിനകത്ത് ഉണ്ടാകുന്ന ഒരു EMF-ൽ വരുന്ന വേരിയേഷൻ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ മാറ്റുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഉണ്ടാകുന്ന EMF-ൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ വേരിയേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മാഗ്നറ്റൈസേഷൻ കണക്കാക്കുന്നത്. ഈ മെറ്റീരിയലിൽ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഇതിന്റെ എക്സാക്ട് മാഗ്നറ്റിക് ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ടെക്നിക്ക് NMR എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് NMR നിങ്ങൾ MSc-യിൽ പഠിക്കുന്നുണ്ട്. പിന്നെ NMR ആർസനിക് ന്യൂക്ലിയയിലെ NMR ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെയ്യാനുള്ള കാരണം എന്താ കഴിഞ്ഞാല് ഈ വനേഡിയം അയോൺസ്, അതായത് ഇതാണ് ഈ ചുവപ്പ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് വനേഡിയം. ഈ വനേഡിയം ഈ മെറ്റീരിയല് ആർസനിക്കിലൂടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ഗ്രീൻ കളറാണ് ആർസനിക്, റെഡ് കളറാണ് വനേഡിയം. ആർസനിക്കിലൂടെയാണ് വനേഡിയം കണക്ട് ചെയ്തത്. അപ്പം ആർസനിക്കിന്റെ NMR സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വനേഡിയം അയോൺസ് തമ്മിലുള്ള മാഗ്നറ്റിക് ഇന്ററാക്ഷൻസിൽ എന്തൊക്കെ ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആർസനിക് NMR ചെയ്യുന്നത്. NMR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NMR ഓരോരോ ന്യൂക്ലിയസിനും ഈ എനർജി ലെവൽസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിന്റെ എനർജി ലെവൽസിന്, അതായത് നമ്മളൊരു NMR ന്യൂക്ലിയനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഫീൽഡിന് ചുറ്റും പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ലാർമർ പ്രിസിഷൻ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പൊ ഈ മെറ്റീരിയലിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഈ ന്യൂക്ലിയന്റെ ലാറ്റിസിലുള്ള മറ്റ് ഫാക്ടറുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കാരണം ഈ ലാർമർ പ്രിസിഷൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ക്ലിയർ ആണോ? അതായത് ഒരു ന്യൂക്ലിയനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അതൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഫീൽഡിന് ചുറ്റും പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ലാർമർ പൊസിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ലാർമർ പൊസിഷൻ ഫ്രീക്വൻസി കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന്, അതാണ് ഈ ഫസ്റ്റ്. പിന്നെ ന്യൂക്ലിയർ ഇന്ററാക്ഷൻ, ന്യൂക്ലിയർ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ, ന്യൂക്ലിയർ ക്വാഡ്രപ്പോൾ ഇന്ററാക്ഷൻ. ഈ സാധനങ്ങളൊക്കെ, ഈ കോൺട്രിബ്യൂഷൻസ് ഒക്കെ സ്മോൾ ആയിരിക്കും. ഇത് കുറച്ച് വലുതായിരിക്കും, പക്ഷെ ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല. നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ ആണ്. ഈ ന്യൂക്ലിയർ ഇലക്ട്രോൺ ഇന്ററാക്ഷൻസ് ആണ് ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് അറിയാം നമ്മളുടെ സസെപ്റ്റിബിലിറ്റിയിൽ വേരിയേഷൻ വരുന്നത്. അതായത് ഈ വനേഡിയം കോംപ്ലക്സുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ടെമ്പറേച്ചർ അനുസരിച്ച് വേരിയേഷൻ വരുന്നത്. അപ്പൊ ആ വേരിയേഷൻ അനുസരിച്ച് എന്തൊക്കെ മാറ്റമാണ്, ആ വേരിയേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ ന്യൂക്ലിയർ NMR മെഷർമെന്റിലൂടെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ടേമാണ് അവിടെ മാറുന്നത്. ന്യൂക്ലിയസും ആ വനേഡിയം 4+ അയോണും കൂടെയുള്ള ഇന്ററാക്ഷൻ ടേമാണ് ഇതിനെ കാണിക്കുന്നത്. സോ NMR സ്പെക്ട്രം മെഷർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലാർമർ പൊസിഷൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. പിന്നെ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ലാർമർ പൊസിഷൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. അപ്പൊ അത് കാരണം ഈ NMR ലൈനില് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും.
അതായത് ഈ ലാർവൽ പ്രഷൻ ഫ്രീക്വൻസിയാണ് ഈ NMR പീക്കുകൾ കാണിക്കുന്നത്. അപ്പൊ ഈ ലാർവൽ പ്രഷൻ ഫ്രീക്വൻസി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാമല്ലോ ഇവിടെ. അപ്പൊ ആ ചേഞ്ച് ഇൻ ലാർവൽ പ്രഷൻ ഫ്രീക്വൻസി നമ്മൾ പ്ലോട്ട് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത് ഇത് സസെപ്റ്റബിലിറ്റിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. ഈ പ്ലോട്ട് ചെയ്തതിന്റെ അകത്തൊന്നും അതൊരു സ്പിൻ ഗ്യാപ്പ് കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഇവിടെയും നമ്മൾ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ സിൽവർ കോമ്പൗണ്ടും സോഡിയം കോമ്പൗണ്ടും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ചെയ്തു. അതിനകത്ത് നമുക്ക് മനസ്സിലായത് ഇതിന്റെ അകത്ത് രണ്ടിന്റെ അകത്തും ഒരു ഫ്രസ്ട്രേറ്റഡ് ലൂപ്പ് ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ ഫ്രസ്ട്രേഷൻ പറഞ്ഞില്ലായിരുന്നു, ഫ്രസ്ട്രേഷൻ. അതേപോലെ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഒരു ഫ്രസ്ട്രേറ്റഡ് ലൂപ്പ് ഫോം ചെയ്യുന്നു. ഇവിടെ ഈ ജെ എന്ന് പറയുന്നതാണ് ഡൊമിനന്റ് എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻ, ജെ പ്രൈം എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ചെയ്ത് പോകുന്ന ഇന്ററാക്ഷൻ, ആൻഡ് രണ്ട് വനേഡിയം 4+ തമ്മിലുള്ള വേറൊരു ഇന്ററാക്ഷൻ ആണ് JC. പിന്നെ ഇവിടെ ഒരു JA എന്ന് പറയുന്ന ഒരു ഇന്ററാക്ഷൻ. ഇങ്ങനെ 4 ഇന്ററാക്ഷൻ ആണ് ഈ മെറ്റീരിയലിന്റെ അകത്തുള്ളത്. ഈ 4 ഇന്ററാക്ഷനും കൂടെ ഒരു ഫ്രസ്ട്രേറ്റഡ് ലൂപ്പ് ഫോം ചെയ്യും. ഒരു ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷനും 3 ആന്റി ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷൻസും ആണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പൊ ഈ എല്ലാ ഇന്ററാക്ഷൻസും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷനും 3 ആന്റി ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷനും. ഇത് ഡൗൺ, അപ്പൊ ഇത് അപ്പ്, അപ്പൊ ഇതും അപ്പ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് ഡൗൺ. ഇത് ആന്റി ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്. ആന്റി ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആകുമ്പോൾ ഇത് ഡൗൺ ആണ് വരേണ്ടത്. പക്ഷെ ഇതും ആന്റി ഫെറോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇത് പ്രകാരം ഇത് അപ്പ് ആണ് വരുന്നത്. സോ ഇറ്റ്സ് എ കൺഫ്യൂസ് സ്റ്റേറ്റ്. അങ്ങനെ ഈ വേറെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഈ കമ്പാരിസന്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈ സിൽവർ കോമ്പൗണ്ടിന്റെ അകത്ത് ഈ JC എന്ന് പറയുന്ന ഇന്ററാക്ഷൻ, അതായത് ചെയിനുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറച്ച് കൂടുതലാണ് കമ്പയർഡ് ടു സോഡിയം കോമ്പൗണ്ട്. അപ്പം ഈ ഇന്ററാക്ഷൻ കൂടുന്ന സമയത്ത്, ഇന്റർ ചെയിൻ ഇന്ററാക്ഷൻ കൂടുന്ന സമയത്ത് അത് സ്പിൻ ഗ്യാപ്പിനെയും ഈ ക്രിട്ടിക്കൽ ഫീൽഡിനെയും കുറയ്ക്കും എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കൺക്ലൂഡ് ചെയ്ത റിസൾട്ടാണ്. ആൻഡ് വേറൊരു സിസ്റ്റത്തിലും കൂടെ നമ്മൾ ഇതേപോലത്തെ സ്പിൻ ഗ്യാപ്പും ഈ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ കൈൻഡ് ഓഫ് ബിഹേവിയറും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ വനേഡിയം 4+ ആണ് ഇതിന്റെ അകത്തുള്ള മാഗ്നറ്റിക് അയോൺസ്. ഇതും ശരിക്കും ഡൈമേഴ്സ് ആണ്, ഇന്റർ കണക്റ്റഡ് ഡൈമേഴ്സ് ആണ്. ഈ ഡൈമേഴ്സ് ചേർന്നിട്ട് ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഡൈമേഴ്സ്. ഈ ലെയേഴ്സ് ഇങ്ങനെ ഈ ലെയേഴ്സ് ഇവിടെ ഇതൊരു ലെയർ, ഇതൊരു ലെയർ, ഇതൊരു ലെയർ. ഈ ലെയേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ വെരി വീക്കാണ്. ഇവിടെയും അറൌണ്ട് 16 ടെസ്ലയിലാണ് ഈ സ്പിൻ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നത്. So here also we did the NMR studies on this compound. ഇതൊരു ഐസൊലേറ്റഡ് ഡൈമർ സിസ്റ്റം ആണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഐസൊലേറ്റഡ് ഡൈമർ സിസ്റ്റത്തിലാണെങ്കിൽ സ്പിൻ ഗ്യാപ്പ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ കൂടിയ വാല്യൂ ആണ്. ഇതിനകത്തുനിന്ന് ഈ സ്റ്റഡീസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയുള്ളത് നമ്മളെ ഡൈമേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കൂടുന്നതിനനുസരിച്ച് സ്പിൻ ഗ്യാപ്പിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ സമ്മറി ഈസ് ലൈക്ക് 2 കോമ്പൗണ്ട് ആണ് ഞാൻ ഇവിടെ മെയിൻലി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് രണ്ടിന്റെ അകത്തും 16 ടെസ്ലയാണ് ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് ഗ്യാപ്പ് ക്ലോസിംഗ്. 16 ടെസ്ലയുടെ എബവ് പോകുന്ന സമയത്ത് ഈ 2 മെറ്റീരിയലും സ്പിൻ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഫിനോമിന കാണിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ്. അപ്പൊ അത് 16 ടെസ്ലയുടെ മുകളിലുള്ള മെഷർമെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. 16 ടെസ്ല ഈസ് സ്റ്റിൽ എ ഹ്യൂജ് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. സോ പുറത്തേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ സ്റ്റഡീസ് നമ്മൾ കൺക്ലൂഡ് ചെയ്തുള്ള വേറൊരു കാര്യം, ഈ ഇന്റർ ഡൈമർ എക്സ്ചേഞ്ച് ഇന്ററാക്ഷൻസ് കാരണം ഈ സ്പിൻ ഗ്യാപ്പും ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് ഗ്യാപ്പ് ക്ലോസിംഗും കുറയും. നമ്മൾ അങ്ങനെയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മെറ്റീരിയൽസിനെ കെമിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് ട്യൂൺ ചെയ്തിട്ട് ഈ ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് ഗ്യാപ്പ് ക്ലോസിനെയും സ്പിൻ ഗ്യാപ്പിനെയും താഴോട്ടേക്ക് ഫർദർ, ഇപ്പൊ 16 ടെസ്ലയാണുള്ളത്, അതിനെ വീണ്ടും താഴോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ താഴെയുള്ള ഫീൽഡിൽ, ഇപ്പൊ ഇന്ത്യയിൽ അറൌണ്ട് 9 ടെസ്ല 12 ടെസ്ല ഒക്കെ ഇന്ത്യയിൽ പോസിബിൾ ആണ്. അപ്പോൾ അതിനെ താഴോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഈ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ പ്രൊഫസർ രമേശ് ചന്ദ്രനാഥ് ആണ് എൻ്റെ PhD സൂപ്പർവൈസർ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ കൊളാബറേറ്റേഴ്സ് ആണ്.
പിന്നെ ഇതെന്റെ IIT ബോംബെയിലെ പോസ്റ്റ് ഡോക് സൂപ്പർവൈസർ പ്രൊഫസർ KG സുരേഷ്. ആൻഡ് ഇത് IASc ഞാനിപ്പം പ്രൊഫസർ DD ശർമ്മയുടെ ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഹോസ്റ്റ് ഉണ്ട് എനിക്ക്, DD ശർമ്മയാണ്. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു അർജുൻ. ഇനി സ്റ്റുഡൻസിന് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. ഈ ചാറ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുകയോ. നേരിട്ട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. നേരിട്ട് ചോദിക്കാം. ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാവാം. ജനറലി എന്തുവാ റിസർച്ചിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും എന്ത് കൺഫ്യൂഷൻ ആണെങ്കിലും സ്റ്റുഡൻസിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, മുൻപ് ഇത്തരം സെഷനുകളിൽ ഇത് നിങ്ങളിങ്ങനെ നിർബന്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിപ്പോ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു സ്പീക്കർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഹിബിഷൻ കുറെയൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരാൾ വരുന്നു, നമുക്ക് പരിചയമില്ലാത്ത ആളാണ്, ഇതിപ്പോ മലയാളി ആയിരിക്കില്ല, അപ്പൊ എങ്ങനെ ചോദിക്കും, എങ്ങനെ സംസാരിക്കും. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വലുത് തന്നെയാണ് അർജുന്റെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. മുമ്പ് IIT ബോംബെയിലാണ്, അതിന് മുമ്പ് ട്രിവാൻഡ്രത്താണ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ അർജുൻ നമ്മുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ്, നിങ്ങളുടെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ്. അപ്പൊ ആ നിലയ്ക്ക് നമുക്കൊരു അപരിചിതത്വം തോന്നേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതേ പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ആ ഒരു ആംബിയൻസ്, അവരുടെ എക്സ്പീരിയൻസുകൾ ആണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത് അർജുൻ വഴിയും മറ്റ് സുഹൃത്തുക്കളും. അപ്പൊ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. ജനറലി എന്തും ചോദിക്കാവുന്നതാണ്. സാർ നേരത്തെ ഹണിക്കോം ലറ്റിസിലെ മെജോറിന ഫെർമിയോൺസിനെ കുറിച്ച് പറഞ്ഞല്ലോ. കുറച്ച് ഓഫ് ടോപ്പിക് ആണെന്ന് തോന്നുന്നു, പക്ഷെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ അത് ക്വാണ്ടം ക്യൂബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെജോറിന ഫെർമിയോൺസിനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് സാധാരണ പോലെ കോമ്പിനേഷൻ എടുക്കാണോ ചെയ്യാം? മെജോറിന ഫെർമിയോൺസിന്റെ പേഴ്സിന്റെ കോമ്പിനേഷൻ എടുക്കാണോ ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അത്ര ഇതായിട്ട് അറിയില്ല. അതിന്റെ അകത്ത് ശരിക്കും ഈ പെയേഴ്സ് തന്നെയാണ് ഇതിന്റെ ക്യൂബിക്സിന്റെ, ഈ മയറോണ ഫെർമിയോൺസിന്റെ പെയേഴ്സ് ക്യൂബിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത്. സാർ അത് ഇപ്പോ എങ്ങനെയാണ് നമ്മളത് ക്യൂബിക്സ് ആവുന്ന സമയത്ത് ഇങ്ങനെ കമ്പ്യൂട്ടേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യാ? ഇല്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല, ടു ബി ഫ്രാങ്ക്. അത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. മയറോണ ഫെർമിയോൺസ് ഈ ക്വാണ്ടം സ്പിൻ ലിക്വിഡ്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ട്. ഈ മയറോണ ഫെർമിയോൺസ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യാം എന്നുള്ളത് കൂടുതൽ എനിക്ക് പറയാൻ ആവില്ല. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടോപ്പിക്. ഓക്കേ, താങ്ക് യു സർ. IIT പാലക്കാട് ഫാക്കൽറ്റി ആയിട്ടുള്ള ജയകുമാർ ഡോക്ടർ ജയകുമാർ നമ്മുടെ കൂടെ ഉണ്ട്. അറിയാം. ജയകുമാർ കുറച്ച് വർക്ക് സയന്റിസ്റ്റിലായിരുന്നു അല്ലേ? അതെ അതെ, കുറച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ജയകുമാർ സുഖമായിരിക്കുന്നല്ലോ? കുഴപ്പമൊന്നുമില്ല. അവിടെ കുട്ടികൾ വന്നിട്ടില്ലല്ലോ, ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ ക്യാമ്പസ്? ഇല്ല, ഡിസംബർ എൻഡ് മുതൽ ഓരോ ബാച്ചായിട്ട് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഫോർ എ മന്ത് അവര് വന്നിട്ട് പിന്നെ അവര് പ്രാക്ടിക്കൽസ് ഒക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകും. ഇനി ആർക്കും ചോദിക്കാവുന്നതാണ് കേട്ടോ സ്റ്റുഡൻസ്. അർജുൻ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തത് ആർക്കും എല്ലാവർക്കും മനസ്സിലായി, സംശയങ്ങളൊന്നും ഇല്ല.
അല്ലേ മനസ്സിലാവുന്ന ലെവലിൽ പറയാൻ പറ്റിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ എന്റെ സമയത്താണല്ലോ സംശയങ്ങളില്ലാതിരിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലായി അല്ലെങ്കിൽ തീരെ മനസ്സിലായിട്ടില്ല. ഇത് ആദ്യത്തെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രസന്റേഷൻ നന്നായിരുന്നു. ഗായത്രി എന്തോ ചോദിക്കാമെന്നാണോ? ഹരിസാറ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ട് ലളിതം സുന്ദരം എന്ന് പറയാൻ പറ്റിയൊരു അവതരണമായിരുന്നു. ആദ്യം തൊട്ട് പറഞ്ഞ എല്ലാം മനസ്സിലായി. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്തല്ലോ തിരിഞ്ഞിട്ടൊന്നുമില്ല. അത് നിങ്ങൾ റിസർച്ച് ടോപ്പിക്കിന്റെ ഒരു ഇതാണല്ലോ. അതെനിക്ക് മനസ്സിലായി. ആ ഒരു ഏരിയയിലേക്ക് കുറച്ചുകൂടെ അബ്സോർവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താന്നുള്ള, എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അവസാനത്തെ സ്ലൈഡിൽ. പക്ഷെ ടോപ്പിക് പരിചയപ്പെടുത്തിയത് മനസ്സിലായല്ലോ. അതായത് എന്താണ് ഈ ലോ ഡയമെൻഷണൽ സിസ്റ്റംസ്, എന്തുകൊണ്ടാണ് അതിന്റെ ഇൻട്രസ്റ്റ് എന്നുള്ളതിന്റെ ഒരു ജനറൽ മോട്ടീവ് മനസ്സിലായില്ല. ഓ, അത് മനസ്സിലായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കൺവേ ആയിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഒരു സ്ലൈഡ് കാണിച്ചില്ലേ? ലാസ്റ്റ് തൊട്ട് മുന്നേ തോന്നുന്നു. അപ്പം ആന്റി ഫെറോ മാഗ്നറ്റിസം വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്റ്റേറ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞ. അതെ. അതപ്പോ നമ്മൾ നേരത്തെ സാർ പറഞ്ഞില്ലേനോ, ഡീജനറസി ആണ്. ഈ സ്ലൈഡ് തന്നെയാണ് അല്ലേ? ഓക്കെ, ശരി. അതിനകത്ത് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടായതില്ലേ, ആ ഒരു സ്റ്റേറ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതെ, ഈ ഒരു സ്റ്റേറ്റ് മാത്രമല്ല, ഇതിൽ ഏത് വേണമെങ്കിലും കൺഫ്യൂസ്ഡ് ആവാം. കാരണം ഇതിനകത്ത് ഈ ഒരു സാധനം ഈ സൈഡിൽ ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം ഫെറോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആയിരിക്കും. മറ്റു 3 ആന്റി ഫെറോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആയിരിക്കും. അപ്പം 3 ആന്റി ഫെറോ മാഗ്നറ്റിക് ഇന്ററാക്ഷനും ഒരു ഫെറോ മാഗ്നറ്റിക് ഇന്ററാക്ഷനും ആകുമ്പോൾ ഇതൊരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു സ്ക്വയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 സൈഡുള്ള ഒരു സാധനമാണെങ്കിൽ ഒരിക്കലും ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. കാരണം ഇത് അങ്ങനെ വരുമ്പോൾ 4 ആന്റി ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ 3 ആന്റി ഫെറോ മാഗ്നറ്റിക്കും 1 ഫെറോ മാഗ്നറ്റിക്കും സാറ്റിസ്ഫൈ ആവില്ല. അപ്പൊ ഏത് സ്റ്റേറ്റിലാണ് ഇതെന്ന് നമുക്ക് അറിയില്ല. അതായത് ഇത് ചിലപ്പം അപ്പായിട്ട് നിൽക്കാം, അതൊരു സ്റ്റേറ്റ്. അപ്പൊ ഇത് പ്രശ്നവും. അപ്പൊ ഇത് ഡൗൺ ആയിട്ട് മാറും. അപ്പൊ അത് പ്രശ്നവും. അപ്പൊ അത് വേറൊരു സ്റ്റേറ്റ്. ഇനി ഇത് ഡൗൺ ആയിട്ട് മാറുമ്പോ ഇത് പ്രശ്നവും. അപ്പൊ ഇത് ഡൗൺ ആയിട്ട് മാറും, അത് വേറെ സ്റ്റേറ്റ്. അപ്പൊ ഇത് ഡൗൺ ആവുമ്പോ ഇതും ഡൗൺ ആവേണ്ടി വരും. അങ്ങനെ ഇതിന്റെ പല കോമ്പിനേഷൻസ് വരും. അതായത് ഇതേപോലെ അതായത് 6 ഡീജനറേറ്റ്, അതായത് ട്രയാങ്കിൾ ആണെങ്കിൽ 6 ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ പോസിബിൾ ആണ്. ഈ 6 സ്റ്റേറ്റിലും ഒരേ എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 6 ഏത് വേണമെങ്കിലും ഫോം ചെയ്യാം. നമ്മൾ ലാസ്റ്റ് കാണിച്ച സ്ലൈഡിൽ ട്രയാങ്കിൾ അല്ലല്ലോ. ട്രയാങ്കിൾ അല്ല, സ്ക്വയർ ആണ്. ഇപ്പൊ സ്ക്വയർ ആണെങ്കിൽ എത്ര ഉണ്ടാവും? സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ 6, 4 ഫാക്ടോറിയൽ ആയിരിക്കും. 4 ഫാക്ടോറിയൽ ആയിരിക്കും. 4 ഫാക്ടോറിയൽ ആയിരിക്കും. മറ്റേ 3 ഫാക്ടോറിയൽ ആണല്ലോ. മറ്റേ 3 ഫാക്ടോറിയൽ 6 2 into 3. ഓരോ സ്ലൈഡും അങ്ങനെ അത് തമ്മിലുള്ള കോമ്പിനേഷന് പെർമ്യൂട്ടേഷൻ 4 ഫാക്ടോറിയൽ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായി. അത് ഡീജനറസി തന്നെ വരികയെന്ന് അറിയാൻ വേണ്ടി. ഡീജനറസി തന്നെയാണത്. അപ്പൊ ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ ഫോം ചെയ്യും. അപ്പൊ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആ മെറ്റീരിയൽ നിൽക്കില്ല. ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അത് നിൽക്കില്ല. അതിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. നിങ്ങളുടെ സീനിയർ ബാച്ചിലെ സ്റ്റുഡൻസും ഉണ്ട് കുറച്ച് പേര് ഇതിനകത്ത്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. MSc ഇപ്പൊ മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്നവരുണ്ട്. BSc ഇവിടെ പഠിച്ചിട്ട് അർജുൻ ഇപ്പൊ IAC-ലാണോ ഉള്ളത്, നാട്ടിലാണോ? ഞാൻ IAC-ലാണുള്ളത്. ആണല്ലേ. എന്നാ അങ്ങോട്ട് എത്തിയ? ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്.
ശരി. അപ്പൊ മോൾക്കാണ് അവിടെ അല്ല, പിന്നെ ലാസ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ വന്നിരുന്നു. ഫാമിലി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരി. ഈ നവംബർ ലാസ്റ്റ് വീക്ക്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പൊ ഫാമിലിനെ കൊണ്ടുപോയിട്ട് ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഭയങ്കര തണുപ്പായതുകൊണ്ട് മോള് ആ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ജലദോഷമാണ്. കൂടുതൽ ഇനി ഡൗട്ട്സ് ആർക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ MSc സീനിയർ MSc ക്ലാസ്സിൽ ഗ്രീഷ്മയെ വോട്ട് ഓഫ് താങ്ക്സ് അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കും. ഗ്രീഷ്മ, ആർക്കെങ്കിലും എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പിനോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇമെയിൽ ID, ഫോൺ നമ്പറും ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ശരി, ഗ്രീഷ്മ സംസാരിച്ചു. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞതിന് മുന്നേ അബ്ദുൽ സാറിന്റെ ഇൻസ്റ്റാ ഫെലോഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ പ്രൊസീജിയർ ഒന്ന് ജസ്റ്റ് പറയൂ. ഓക്കെ, അത് നമ്മൾ PhD കഴിഞ്ഞിട്ടുള്ള ആർക്കും ഇൻസ്പയർ ഫാക്കൽറ്റി ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഹലോ, പറഞ്ഞോളൂ. ഇൻസ്പയർ ഫാക്കൽറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ PhD കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് DST, നമ്മളെ ഈ ഇൻസ്പയർ ഫെലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ +2 കഴിഞ്ഞ ആൾക്കാർക്ക് മുതൽ ഈ ഇൻസ്പയർ ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ട്. പിന്നെ MScക്ക് ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ട്. PhD ചെയ്യാൻ ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോഷിപ്പ് ആണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്ട് പ്രപ്പോസൽ കൊടുക്കണം. ആ പ്രപ്പോസൽ അവര് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെരിഫൈ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവര് ഡൽഹിയിൽ ഇന്റർവ്യൂവിന് വിളിക്കും. ആ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടേഴ്സും അങ്ങനത്തെ കുറച്ച് ഒരു ഭയങ്കര എക്സ്പെർട്ട് പാനൽ ആയിരിക്കും ഉണ്ടാവുക. അവര് നമ്മളെ ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ ആവശ്യപ്പെടും. നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. അങ്ങനെ ആ ഇന്റർവ്യൂവിന്റെ പ്രസന്റേഷന്റെ അവസാനം അവര് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടില് നമുക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമുക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു 5 ഇയർ ടെന്യൂർ ആയിരിക്കും. 5 വർഷത്തേക്കായിരിക്കും ടെന്യൂർ ഉണ്ടാവുക. നമുക്ക് സാലറി തരിക DST ആണ്. നേരിട്ട് ഇൻസ്പയർ എന്നാണ് സാലറി തരിക. നമുക്ക് ഏത് ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ IITയോ IIScയോ ഐസറോ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ PhD ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. ബാക്കി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാലറി ഇൻസ്പയർ ആണ് തരിക. വർഷം 7 lakh റിസർച്ച് ഗ്രാന്റ് തരും. അങ്ങനെ 5 വർഷത്തേക്ക് റിസർച്ച് ഗ്രാന്റും. അപ്പൊ 5 വർഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ട് നമുക്ക് 5 വർഷം റിസർച്ച് ചെയ്യാം. പ്ലസ് അതിന്റെ കൂടെ നമുക്ക് അവിടുത്തെ പെർമനന്റ് പൊസിഷന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യാം, അപ്പിയർ ചെയ്യാം, വേറെ എവിടെയെങ്കിലും നോക്കാം, ഇതുപോലെ ചെയ്യും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ കുറെ പുതിയ ഏരിയസ് പരിചയപ്പെടാൻ കഴിഞ്ഞു. പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ക്ലാസ് വഴി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനോടും പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ക്ലാസ്, ഇത്രയും നല്ല പ്രസന്റ് ചെയ്യലും നന്നായി പറഞ്ഞു തരും ചെയ്ത അർജുൻ സാറിനും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ ഫ്രണ്ട്സിന്റെ പേരിലും പേഴ്സണലി എന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സർ.